കാരണം FSCT എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നുള്ളൊരു ചിന്ത ഈ നാട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ കിട്ടിയ ലൈഫൊന്നും ലോകത്തൊരിക്കലും കിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് പോലും നമുക്കത് കൊടുക്കാൻ സാധിക്കില്ല. ഒരു കമ്പനിയല്ല, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ലോകമായിരുന്നു, ഒരു പ്രത്യേക ലോകം. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ കടയിൽ സ്ഥിരമായിട്ടൊരു ഏകദേശം ഒരു 1.5 വർഷത്തോളം കാലത്ത് ഈ മോഹൻലാൽ, പിന്നെ അതുപോലെ ഒരു സ്വാമിനാഥൻ, പിന്നെ ഒരു ഗണേഷ്, പിന്നെ ഒരു ഗോപൻ, പിന്നെ നമ്മുടെ MNB ബാലൻ ചേട്ടൻ, അങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഒരു അടിപൊളി ഗ്യാങ് ഉണ്ടായിരുന്നു. ആ കാലത്തെ ഒരു ചെറുപ്പക്കാരുടെ എല്ലാവിധ തമാശകളും തല്ലിപ്പൊളികളൊക്കെ കാണിച്ചു തരുന്ന ഒരു ഗ്യാങ്ങായിരുന്നു അവരുടേത്. ഇവിടുന്ന് പോയതിന് ശേഷമാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചത്. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ നമ്മൾ ഒരു പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മോഹൻലാൽ സിനിമയിൽ കയറുന്നതിന് മുമ്പ് ഒരുപാട് മോഹൻലാലിനെ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേരൊക്കെ ചേർത്ത് അദ്ദേഹമാണ് അമ്പലമേട് എന്നൊരു പേര് നിർദ്ദേശിച്ചത്. കാരണം യേശുദാസ്, ചെമ്പൈ തുടങ്ങിയ മഹാരാജന്മാരൊക്കെ ആ കാലത്ത് വന്ന് നമ്മുടെ ക്ഷേത്രസന്നിധിയെ സമ്പന്നമാക്കിയിട്ട് പോയിട്ടുണ്ടെന്നല്ല കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പല നാടുകളിൽ നിന്ന് വന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളെ എനിക്ക് അവിടെ നിന്ന് സമ്പാദിക്കാൻ സാധിച്ചു. ഇപ്പോഴും ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു മഹത്വമായിട്ട് പറഞ്ഞത്. കാരണം FSCT എന്ന് പറഞ്ഞാണ് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് FSCT എന്ന് പറഞ്ഞാൽ വെറും ഒരു കമ്പനി ആയിരുന്നില്ല FSCT. ഒരു കൾച്ചർ, ഒരു സമൂഹത്തെ എങ്ങനെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു സൗഹൃദത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നെല്ലാം നമ്മളെ പഠിപ്പിച്ചത് FSCT ആണ്. നമുക്കറിയാം, ഐസക്ക് ബാസ്ക്കറ്റ് ബോൾ ടീമിൽ കളിക്കാൻ പോയി, അതുപോലെ ജയരാജ്, രഞ്ജി, സിജു, സജിൽ, പിന്നെ ശ്രീകുമാർ PC, അങ്ങനെ പറഞ്ഞ, അതുപോലെ അത്ലറ്റിക് ആണെങ്കിലും ഒരുപാട് പേരൊക്കെ ആ കാലത്ത് ഇതായിട്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ കലാപരമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമേഷ് സിനിമയിലെ പിന്നണി വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഒരാളും നമ്മൾ പുറത്തുള്ള ഒരു ഔട്ട്സൈഡറാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി നിർത്തിയിട്ടില്ല. അത്രോളം വിലയേറിയതാണ് ഈ അമ്പലമേട്ടിലെ ഓരോ നിമിഷവും. അത് വീണ്ടും ഒന്നുകൂടെ അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു വല്ലാത്തൊരു എനർജിയാണെന്നാണ് പറഞ്ഞത്. കാരണം ഒരു 10 വയസ്സ് പിന്നോട്ട് പോയതുപോലെയാണ് നമുക്ക്. ഈ അമ്പലം ഹൗസിലൊക്കെ വന്നിട്ട് ആ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊന്നും ഉറങ്ങാറേയില്ല. ഞങ്ങൾ ആ മട്ടുപ്പാവിലിരിക്കും, ആ അമ്പലം ഹൗസിൻ്റെ രാത്രി ആയിക്കോടെ എല്ലാം നടക്കുക, ആരും തന്നെ ഉറങ്ങാറില്ല. ഇത് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ വന്ന് ക്രിക്കറ്റും കളിച്ച് അന്ന് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു വിഷമം അതൊരിക്കലും താങ്ങാനും പറ്റില്ല. അവരെ എല്ലാ വർഷവും സ്മരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ, എല്ലാ വർഷമൊന്നുമല്ല, എപ്പോഴും നമ്മുടെ സ്മരണയിൽ അവരുണ്ട്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് രഘുരാജ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കുറേ ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഏകദേശം 1967 കാലഘട്ടമെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് MKK നായർ സാറിൻ്റെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സ്ഥലം ഏറ്റെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് 64-ലാണ് ഈ കൊച്ചിൻ റിഫൈനറി ഇവിടെ വരുന്നത്. കൊച്ചിൻ റിഫൈനറി വന്നതിന് ശേഷം 2-3 വർഷങ്ങൾക്ക് കൂടുതലായിട്ടില്ല FSCTയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ട്. ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന മുട്ടത്തിൽക്കര, കുഴിക്കാടുകര എന്നീ ഭാഗങ്ങൾ, മുട്ടത്തിൽക്കര പൂർണ്ണമായിട്ടും തന്നെ FSCT എടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുഴിക്കാടുകരയുടെ ഒരു പകുതിയോളം ഭാഗങ്ങളും, പിന്നെ പാടത്തിക്കര എന്ന് പറയുന്ന ബ്രഹ്മപുരം പോലെയുള്ള പ്രദേശങ്ങൾ അതിൽപ്പെട്ടതാണെന്നാണ് എന്നോട് അച്ഛൻ പറഞ്ഞു തന്ന ഓരോ ഓർമ്മകളാണ് അതൊക്കെ. അങ്ങനെയുള്ള ആ ഭാഗങ്ങളെല്ലാം ഏറ്റെടുത്ത് ഏകദേശം 68-69 കാലഘട്ടത്തിൽ ഫാക്ട് എന്ന ഒരു പ്രസ്ഥാനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉണ്ടായത്. ആ കാലത്ത് തന്നെ അതിൽ വന്ന ജീവനക്കാർക്കും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം താമസിക്കാനായിട്ട് ഇതിന് ക്വാർട്ടേഴ്സിൻ്റെ പണികളും ആ കൂട്ടത്തിൽ തന്നെ നടന്നിരുന്നു. അങ്ങനെ ഈ നാട് എടുത്തുപോയ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ മറ്റുള്ള ദേശങ്ങളിലേക്ക് പോയി. എങ്കിലും ആ കാലത്തെ പുനരധിവാസം എന്ന് പറഞ്ഞ് നമ്മുടെ പല സ്ഥലങ്ങളിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഫാക്ട് അന്നും കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛനൊക്കെ അന്ന് 10 സെൻറ്റ് കരിമോൾ കോളനി എന്ന് പറഞ്ഞ, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, അവിടെ 3-4 കോളനികൾ ഒരേ പേരിൽ കോളനികളായിട്ട് കൊടുക്കുകയുണ്ടായി. അവിടെ എല്ലാവർക്കും 10 സെൻറ്റ് സ്ഥലവും കാര്യങ്ങളെല്ലാം കൊടുക്കുകയും പിന്നീട് ഇതിനകത്ത് ആ സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ സമയത്ത് തന്നെ ഇതിനകത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങളെല്ലാം കൂടി ചേർത്ത് ഇന്ന് അമ്പലമേട് ഹരിമറ്റം എന്ന് പറഞ്ഞതിൻ്റെ ഫാക്ടിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആ ക്ഷേത്രത്തെ നിലനിർത്തുകയും ചെയ്തു. പിന്നീട് 69 കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഒരു ഫേസ് 1 അങ്ങനെ, അത് കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ ഏത് കമ്പനിയാണെന്ന്, ഫേസ് 1 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഫേസ് 1 ആദ്യത്തെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉണ്ടായത്.
പിന്നീട് ക്വാർട്ടേഴ്സിലേക്ക് കൂടുതൽ ആളുകൾ വരികയും ഇതും ചെയ്തപ്പോൾ അതിനനുസരിച്ച് വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഏകദേശം 70 കാലഘട്ടത്തിലാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിക്കുന്നതിനും മുന്നേ തന്നെ ഇവിടെ ക്വാർട്ടേഴ്സുകളും മറ്റതെല്ലാം ആളുകളൊക്കെ വന്ന് അതുപോലെ തന്നെ ഉത്സവം കമ്പനിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലൊക്കെ ആയിരുന്നു ആ കാലത്ത് ഉത്സവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അമ്പലമേട് ഹരിമറ്റം ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ FSCTയുടെ അകത്തുണ്ടായിരുന്നതാണ്. അത് ശിവൻ്റെ ക്ഷേത്രവും അതുപോലെ തന്നെ അതിൽ കാണുന്ന നിങ്ങൾ വനദുർഗ എന്ന് പറഞ്ഞൊരു ഭഗവതിയുണ്ട്. ഇത് രണ്ടും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കനാലിൽ നിന്ന് വെള്ളം വന്ന് ചാടുന്നുണ്ടല്ലോ, ആ വെള്ളം വന്ന് ചാടുന്നത് ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്കാണ്. പണ്ട് ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് നോക്കാനായിട്ട്. ആ ഭാഗത്ത് ക്ഷേത്രക്കുളം കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് കിഴക്ക് വശത്ത് തന്നെയായിട്ടായിരുന്നു അവിടെ ഒരു ചെറിയ കുളമുണ്ട്. അത് നമുക്ക് വെള്ളം ഇറങ്ങുന്ന സമയത്ത് കാണാൻ പറ്റും. വനദുർഗയുടെ ക്ഷേത്രം അതിന് തൊട്ട് മുകളിലായിരുന്നു നിങ്ങളുടെ ഇവിടുത്തെ പണ്ട് നമ്പ്യാരുടെ പുഷ്പകം എന്ന് പറയുന്ന അവരുടെ വീട് അവിടെയായിരുന്നു. ബാക്കി ആ ഭാഗങ്ങളെല്ലാം പാടമായിരുന്നു. ആ പാടത്താണ് ഇന്ന് വെള്ളം കെട്ടി നിർത്തി നമ്മൾ ഡാമെന്ന് പറയുന്ന ഇത് നിൽക്കുന്നത്. ആ കാലത്ത് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആ നാട്ടുകാർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടമായിരുന്നു അത്. പിന്നീട് ഈ ക്ഷേത്രങ്ങളും അതുപോലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കമ്പനിയുടെ സൈലോ എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ ഇരുന്ന ക്ഷേത്രമായിരുന്നു. ഈ 2 ക്ഷേത്രങ്ങളെയും അവിടെ നിന്ന് മാറ്റി ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് പുനഃപ്രതിഷ്ഠ നടത്തിയത് MKK നായർ സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. കാരണം അവിടെ നടന്ന് ഇന്ന് കാണുന്ന ഈ ഉത്സവം 8 ദിവസത്തെ ഉത്സവം ചിട്ടപ്പെടുത്തിയതും ആ ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ രീതിയിലേക്ക് ചിട്ടപ്പെടുത്തിക്കൊണ്ട് വന്നതും അങ്ങനെ ചിട്ടപ്പെടുത്തിയെടുത്തതും MKK നായർ സാർ തന്നെയായിരുന്നു. അതിനു മുമ്പ് വിഷ്ണുവിന് ഉത്സവമൊന്നും ഉണ്ടായിരുന്നില്ല. ശിവൻ്റെ അമ്പലത്തിൽ 6 ദിവസത്തെ ഉത്സവം പറഞ്ഞു കേട്ടിരിക്കുന്ന കുംഭത്തിലെ തിരുവാതിരയായിരുന്നു എന്നാണ്. പിന്നെ പ്രതിഷ്ഠാദിനം അങ്ങനെ എന്തോ കണക്കാക്കിയിട്ടാണ് ഉത്രം കൊടിയേറ്റായിട്ട് മേടമാസത്തിൽ ഉത്രം കൊടിയേറ്റായിട്ട് ഇവിടെ 8 ദിവസത്തെ ഉത്സവം. അതിന് ആറാട്ട് നമ്മുടെ ഇന്ന് ഇപ്പോൾ പോയി നടത്തുന്നത് പഴയ ക്ഷേത്രക്കുളം എന്ന സങ്കല്പത്തിൽ നമ്മുടെ വെള്ളം ചാടുന്ന ഇപ്പോഴത്തെ ക്ലബിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പോയിട്ട് നമ്മൾ ആറാട്ട് നടത്തിയിട്ട് വരുന്നത്. അങ്ങനെ ആ കാലങ്ങളിൽ അദ്ദേഹം തന്നെയായിരുന്നു ഉത്സവം നേരിട്ട് നടത്തിക്കൊണ്ടിരുന്നതും അദ്ദേഹമായിരുന്നു. കഥകളിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ ആ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ മഹാന്മാരായ കഥകളിക്കാരും തെക്ക് തൊട്ട് വടക്ക് വരെയുള്ള സകല ആളുകളും 2-3 ദിവസമായിട്ട് ക്ഷേത്രത്തിൽ വന്ന് കഥകളിക്ക് വരുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ ബാല്യകാലമായതുകൊണ്ട് അത്രയൊന്നും ഓർമ്മ എനിക്കില്ല. പക്ഷേ പറഞ്ഞുള്ള അറിവുകളുണ്ട്. യേശുദാസ്, ചെമ്പൈ തുടങ്ങിയ മഹാരാജന്മാരൊക്കെ ആ കാലത്ത് വന്ന് നമ്മുടെ ക്ഷേത്രസന്നിധിയെ സമ്പന്നമാക്കിയിട്ട് പോയിട്ടുണ്ടെന്നെല്ലാം കേട്ടറിവ് മാത്രമേ ഉള്ളൂ. കാരണം കൊച്ചായിരുന്നു ചിലപ്പോൾ ഞാനും ആ സമയത്ത് ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കാം. ഓർത്തെടുക്കാനുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയെല്ലാം പറഞ്ഞ് കേട്ടേക്കണ ഓർമ്മകളാണ് അതെല്ലാം. അമ്പലമേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മുടെ ഈ പ്രദേശത്തിന് കുഴിക്കാട് എന്നാണ് ശരിക്കും പേര്. കുഴിക്കാടെന്ന് പേര് വരാനുള്ള കാരണം ഇവിടെ ഒരു കുഴിക്കാട് മനയുമായി ബന്ധപ്പെട്ടിട്ടാണ് കുഴിക്കാട്ട് എന്നുള്ള പേര് വരാനുള്ളതായിട്ടാണ് പൂർവികർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പിന്നീട് കുഴിക്കാട് കരയും മുട്ടത്തിൽക്കര എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ഇരിക്കുന്ന ആ ഭാഗം ആ ഒരു പ്രദേശം മുഴുവൻ മുട്ടത്തിൽക്കരയായിരുന്നു. ആ മുട്ടത്തിൽക്കരയും കുഴിക്കാടും എല്ലാം ചേർത്തുകൊണ്ട് ഒരു അമ്പലമേട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് അമ്പലമുകൾ എന്ന് പറയുന്ന സ്ഥലം അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഒരു നാടായിരുന്നു. ഇത് ക്ഷേത്രത്തിൽ നിന്ന് നമ്മളൊരു 4 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 10-15ഓളം ക്ഷേത്രങ്ങളുണ്ട്. കൂടാതെ അതുപോലെ മനകളും ഒരുപാടുണ്ടായിരുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേരൊക്കെ ചേർത്ത് അദ്ദേഹമാണ് അമ്പലമേടെന്നൊരു പേര് നിർദ്ദേശിച്ചത്. കാരണം നമ്മുടെ FSCT ഇരിക്കുന്ന സ്ഥലം തൊട്ട് കുഴിക്കാടിനിപ്പുറത്തേക്കും ഏകദേശം കരിമൂളിന് മുൻപ് നമ്മുടെ പഴയ ക്ലബ് സ്റ്റോപ്പ് വരെയുള്ള ഏരിയകളെല്ലാം അമ്പലമേട് PO എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ FSCTയുടെ മതിലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം 1 കിലോമീറ്റർ ഇല്ല 1 കിലോമീറ്ററിനടുത്തുള്ള ഭാഗങ്ങളെല്ലാം അമ്പലമേട് POയിലാണ് അന്ന് ലെറ്ററും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഈ പോസ്റ്റ് ഓഫീസ് വരെ ഈ അമ്പലമേട് POയുടെ പേരിൽ അമ്പലമേട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് MKK നായർ സാർ അദ്ദേഹമാണ്. അതിനു മുമ്പ് ഇവിടെ ബ്രഹ്മപുരം അമ്പലമുകൾ 2 പോസ്റ്റ് ഓഫീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലമേട് പോസ്റ്റ് ഓഫീസ് FSCT ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ ഒന്നാണ്. കുഴിക്കാട് സ്കൂള് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. കാരണം ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന 2 കുടുംബക്കാർ ചേർന്ന് അത് FSCT റിഫൈനറി എല്ലാം വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അതിനൊക്കെ ഒരു 100 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. അത്രയും മുമ്പ് വന്നതാണ് ആ സ്കൂള്. അന്ന് ആദ്യം LP സ്കൂളായിട്ട് വന്നു, പിന്നെ UP ആയി, പിന്നീട് ഹൈസ്കൂളായി. പിന്നെ FSCT റിഫൈനറി എല്ലാം ഇവിടെ വന്നപ്പോൾ കുഴിക്കാട് സ്കൂളിൽ ആ കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ കാലത്ത് ഞാൻ 85-ൽ 10ാം ക്ലാസ് പാസ് ഔട്ട് ചെയ്യുന്ന കാലത്ത് കുഴിക്കാട് സ്കൂളിൽ ഏകദേശം 3500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. 10ൽ എൻ്റെ അടുത്ത് 300 കൂടുതൽ കുട്ടികളാണ് ഞങ്ങൾ 10ൽ പരീക്ഷ എഴുതിയത്. പിന്നീട് സ്ഥലമെടുപ്പും കാര്യങ്ങളെല്ലാം വന്നു. മറ്റുള്ള ഭാഗങ്ങൾ HOC എന്ന് പറഞ്ഞൊരു കമ്പനി വന്നു. പിന്നെ റിഫൈനറിയുടെ വികസന പ്രവർത്തനങ്ങളായി. അങ്ങനെ നാട് ചുരുങ്ങുന്നതനുസരിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണങ്ങളും ചുരുങ്ങി തുടങ്ങി.
അന്ന് FSCTയിൽ നിന്ന് റിഫൈനറിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ FSCTയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ കുഴിക്കാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ എൻ്റെ ബാച്ചിൽ തന്നെ 10-20ഓളം കുട്ടികൾ ആ കാലത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചി തിരുവിതാംകൂറിൻ്റെ അതിർത്തിയായിരുന്നു ആ ചിത്രപ്പുഴ എന്ന് നമ്മൾ പറയുന്ന അത്. അതിനിപ്പുറത്തേക്ക് പാലം ഉണ്ടായിരുന്നില്ല, കടത്തായിരുന്നു. കടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മൾ കിടക്കുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി വടക്കോട്ട് മാറി അവിടെയായിരുന്നു അന്ന് കടത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്കും തിരുവിതാംകൂറിൽ കൊച്ചിയിലേക്കും പോകുന്ന ആ കടത്തിനെ ആശ്രയിച്ചിട്ടായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളിത് കൊച്ചിയുമായി അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിലും തിരുവിതാംകൂറിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് കിടക്കുന്ന സ്ഥലമാണ്. തിരുവിതാംകൂറാണ് നമ്മുടെ ഭരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലത്ത് കൊച്ചി തിരുവിതാംകൂർ എന്നുള്ള രാജഭരണ കാലത്ത് തിരുവിതാംകൂറിൽ പെട്ട സ്ഥലമാണ് നമ്മുടെ ഇന്നത്തെ അമ്പലമേട് എന്ന് പറയുന്ന ഈ സ്ഥലം. അതിൻ്റെ അതിരാണ് ഈ ചിത്രപ്പുഴ. റിഫൈനറിയുടെ കമ്പനി നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കാണുന്ന ചിത്രപ്പുഴ പാലം വരുന്നതും അതിനിപ്പുറത്തേക്ക് ഗതാഗതം ഉണ്ടാകുന്നത്. ആ കാലത്ത് അത് ഗതാഗതം അമ്പലമോൾ വരെ ഉണ്ടായിരുന്നുള്ളൂ, അതിനിപ്പുറത്തേക്ക് റോഡോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പിന്നെ FSCTയുടെ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇന്ന് കാണുന്ന റോഡ് കരിമോളിലേക്ക് വികസിച്ച് പിന്നെ അവിടെ നിന്ന് ആലുവ അങ്ങനെയുള്ള മറ്റുള്ള ഭാഗങ്ങളിലേക്ക് റോഡ് വന്നത്. അത് ഈ അമ്പലമേട് ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ഇളങ്കൂളിയാട്ട് എന്നാണ് അവരുടെ വീട്ടുപേരെന്ന് തോന്നുന്നു, അവരുടെ സ്ഥലമായിരുന്നു അത്. അവിടെ വലിയ കളരിയൊക്കെ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിന് ചുറ്റും പാടമായിരുന്നു. അതൊരു ഐലൻഡ് പോലെ, ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു ഐലൻഡ് പോലെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പാടത്താണ് വെള്ളം കെട്ടി നിർത്തി ഇന്നത്തെ ഡാം ഉണ്ടായത്. അതിന് ആ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ FSCTയിലേക്ക് പോകുന്ന മെയിൻ റോഡില്ലേ, ആ റോഡിൻ്റെ പാലമാണ് ഈ വെള്ളം കെട്ടി നിർത്താനായിട്ട് അന്ന് അദ്ദേഹം അതൊരു ആ റോഡും അതോടൊപ്പം തന്നെ അതൊരു അണക്കെട്ട് പോലെ അവിടെ കെട്ടി ഉയർത്തി ഈ വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി പെരിയാർ വാലിയിൽ നിന്ന് അന്ന് കനാൽ വഴി വെള്ളം കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം FSCTയിലേക്ക് വെള്ളം കിട്ടുന്നതിനൊപ്പം തന്നെ ഈ നാട്ടിലെ കർഷകർക്ക് അതിൻ്റെ ഗുണം കിട്ടണമെന്ന ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ കനാലിലൂടെ വെള്ളം കിട്ടാൻ തീരുമാനിച്ചത്. കാരണം FSCT വളമാണ് നിർമ്മിക്കുന്നത്, അപ്പോൾ അത് സാധാരണക്കാരായ കർഷകർക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ആ കർഷകർക്ക് ഈ FSCTയിലേക്ക് കൊണ്ടുവരുന്ന വെള്ളം കൊണ്ട് അവർക്കും കൂടി ഗുണമുണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അന്ന് ഈ കനാൽ പണിതത്. അതിൻ്റെ ആ കനാലിൽ നിന്ന് FSCTയിലേക്ക് പോകുന്ന ആ കനാൽ കൊണ്ട് ഇവിടെ ഇപ്പോൾ കർഷകരൊക്കെ വളരെയധികം ചുരുങ്ങിയിരിക്കുന്നു. എന്നാലും ഇപ്പോഴും ഈ നാട്ടിലുള്ളവർക്ക് കിണറുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൃഷി ചെയ്യുന്നവർക്കെല്ലാം അതിൻ്റെ ഗുണം ഇപ്പോഴും കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് ഞാൻ. കാരണം എൻ്റെ താഴെ സ്ഥലങ്ങളിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും വെള്ളത്തിനൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. പല സ്ഥലങ്ങളിലും കിണറുകളിൽ വെള്ളമില്ല എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് പോലും നമുക്കിവിടെ നല്ല രീതിയിൽ വെള്ളം കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ്. പിന്നീട് ഈ അമ്പലമേട് ഹൗസ് പണിത സമയത്ത് അന്നത്തെ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളായിട്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് വന്ന എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ദൂരം കൂടുതലാണോ അങ്ങനെ എന്തൊക്കെയോ കാര്യം കൊണ്ട് പിന്നെ ഇപ്പോൾ കാണുന്ന അങ്ങോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. ആദ്യം കുട്ടികൾക്ക് അവിടെ പോയി സ്വസ്ഥമായിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സ്കൂളിരിക്കുന്ന നമ്മുടെ അമ്പലമേട് ക്ലബിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നായിട്ട് ഒരു ചെറിയ പാലം അങ്ങോട്ട് പണിയാം എന്നുള്ളൊരു ഉദ്ദേശമൊക്കെ ആയിട്ടാണ് അന്ന് അങ്ങനെയാണ് ചെയ്തതെന്നാണ് എൻ്റെ കേട്ടറിവാണ് കേട്ടോ. അല്ലാണ്ട് എനിക്കതിനെക്കുറിച്ച് 100% ഉറപ്പായിട്ടല്ല, ഞാനിങ്ങനെ പലരും പറഞ്ഞ് കേട്ടേക്കണാണ്. ഇതുകൂടാണ്ട് MK കരുണാകരൻ സാറിൻ്റെ ഒരു 25ാം ചരമ വാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് അമ്പലമേട്ടിൽ ഞങ്ങൾ ഹരിമറ്റ ക്ഷേത്രത്തിൽ ഒരു ചെറിയ അനുസ്മരണ യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് FSCTയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പല ആളുകളും പല രാഷ്ട്രീയ നേതാക്കളും കഥകളിക്കാരും ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് അതിൽ പങ്കെടുത്തു. അവരുടെ എല്ലാ ഓർമ്മകളിൽ നിന്നാണ് ഞാനീ പറയുന്നത്. ഈ നാട്ടിലന്ന് ജീവിച്ചിരുന്നവരിൽ ഒരു 90% ആളുകളും കർഷകരായിരുന്നു. കൃഷി അതൊക്കെ തന്നെയായിരുന്നു അവരുടെ മുഖ്യ ഈ ജീവിതോപാധി എന്ന് പറയുന്നത്. അതിവിടെ നിന്ന് നേരെ തൃപ്പൂണിത്തുറ മാർക്കറ്റ് മറ്റേ കോവിലകങ്ങളൊക്കെ ആയിരുന്നു. അവിടെയൊക്കെയാണ് ഇത് മുഴുവനായിട്ട് കൊണ്ട് വിറ്റഴിച്ചുകൊണ്ടിരുന്നൊരു ഇത്. അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരിക, ഇതിനൊക്കെ ചുങ്കം കൊടുക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് MK നായർ സാർ ഇത് എടുക്കാൻ വരുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങളൊക്കെ കൂടി സംഘടിച്ച് അതിനെതിരായിട്ട് ചെറിയൊരു പ്രതിഷേധമൊക്കെ കൊണ്ടുവന്നിരുന്നു. കാരണം നാടെടുത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യും, ഞങ്ങൾക്ക് മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ നാട് പലതും ചിതറിപ്പോവില്ലേ എന്നൊക്കെ ഉള്ള ആശങ്കകൾ. കാരണം റിഫൈനറി വന്നെടുത്ത സമയത്ത് ഈ പറഞ്ഞ യാതൊരു ആശങ്കയ്ക്കും വകയില്ലാത്ത രീതിയിലാണ് അന്ന് സ്ഥലം എടുത്ത് പോയതെന്നാണ് പറഞ്ഞത്. പക്ഷേ FSCT എടുത്തപ്പോൾ MK നായർ സാർ വന്നെടുത്തപ്പോൾ ആ ഒരു
ആശങ്കയല്ല, ജനങ്ങളുടെ ആശങ്ക കേൾക്കാൻ അദ്ദേഹം തയ്യാറായി. അതനുസരിച്ച് തന്നെ അവരോട് വളരെയധികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ ക്ഷമയോടെ കേൾക്കാനും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും, ആ പരിഹാരങ്ങൾ അവരോട് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ തീരുമാനങ്ങൾ എന്താണെന്ന് തന്നെ അറിയിച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നൊക്കെ ഉള്ള അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ 1500-2000 ഏക്കറോളം സ്ഥലം അദ്ദേഹം അന്ന് എടുത്തത്. ഈ 2000 ഏക്കർ സ്ഥലത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരുപാട് കുടുംബങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ കൃഷിഭൂമികളായിരുന്നു ഇന്ന് കാണുന്ന പ്രദേശങ്ങൾ മുഴുവൻ. ആ സമയത്ത് ഈ റിഫൈനറി ഇങ്ങനെ എടുത്തു. റിഫൈനറിയിൽ എടുത്തവർക്കൊന്നും ഈ പറഞ്ഞ പുനരധിവാസ പോലത്തെ പാക്കേജൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. അവർക്ക് സ്ഥലം എടുത്തു. പിന്നെ റിഫൈനറി അന്ന് എടുത്തത് വളരെ കുറച്ച് സ്ഥലങ്ങൾ എടുത്തിട്ടുള്ളൂ, ഒരുപാട് സ്ഥലമൊന്നും എടുത്തില്ലായിരുന്നു. FSCT എടുത്ത പോലെ ഒരുപാട് സ്ഥലമൊന്നും അന്ന് എടുത്തില്ല. അപ്പോൾ അന്ന് കിട്ടിയവർ അത് മേടിച്ച് എങ്ങോട്ടൊക്കെയോ പോയി. കുറച്ചുപേർ പുറത്തേക്കൊക്കെ മാറി ഈ ഭാഗത്തൊക്കെ തന്നെയായിട്ട് താമസിച്ചു. കുറച്ചുപേർ നാട് വിട്ടുപോയി എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ FSCT വരുന്ന സമയത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. കുറച്ചുകൂടി നമ്മുടെ ഈ പ്രദേശം ഒരു വ്യവസായവൽക്കരണത്തിലേക്ക് മാറി തുടങ്ങുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. FSCT എന്ന് പറഞ്ഞൊരു വലിയ പ്രൊജക്റ്റായിട്ടാണ് അന്ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എവിടെ ജോലി കിട്ടും, ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരുപാട് പേർക്ക് കമ്പനിയിൽ ജോലി കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. റിഫൈനറിയിൽ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ലാത്തപ്പോഴാണ് FSCTയിൽ MK നായർ സാർ ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് ഈ കമ്പനി വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടും. എങ്കിലും നാട് വിട്ടു പോകാനുള്ളൊരു വിഷമം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. എന്തായാലും സ്വന്തം നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നത് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് പുനരധിവാസ പാക്കേജ് ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറി 1-2 കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാനൊരു കോളനി സമ്പ്രദായത്തിൽ, അങ്ങനെയാണ് നമ്മളിപ്പോൾ പറയുന്നത്, നായർ കോളനി, ക്രിസ്ത്യൻ കോളനി, അങ്ങനെ പറഞ്ഞ കുറേ കോളനികൾ അവിടെ പണിത് കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. അതെല്ലാം 10 സെൻറ്റ് സ്ഥലം വെച്ച് എല്ലാവർക്കും കൊടുത്തതാണ്. എൻ്റെ അച്ഛനെ കിട്ടിയതാണ് 10 സെൻറ്റ് സ്ഥലം. കാരണം സ്ഥലം എടുത്തതിൻ്റെ പൈസ കൊടുത്തത് കൂടാതെ ഒരു 10 സെൻറ്റ് സ്ഥലം വേറെ ആയിട്ടും കൊടുത്തു. പിന്നീട് അവരുടെ ആരാധനാലയങ്ങൾ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരേ സ്ഥലത്തേക്ക് മാറ്റാതെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. പിന്നെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് FSCT എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളനിർമ്മാണശാല എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം ഇതായിരുന്നില്ല. അവിടുത്തെ നാട്ടുകാർക്ക്, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവിടുത്തെ നാട്ടുകാർക്ക് യഥേഷ്ടം കയറി ചെന്ന് അതിൽ പങ്കെടുക്കാനും കാണാനും ഉള്ള സൗകര്യങ്ങളെല്ലാം FSCT കൊടുത്തിരുന്നു. റിഫൈനറിയെ പോലെ ഒരു സ്ഥലത്ത് നമുക്കൊന്നും പുറത്ത് അവിടെ നടക്കുന്നത് അവിടുത്തെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉദ്യോഗസ്ഥർക്കും കുടുംബത്തിനും അല്ലാതെ പുറമേ നിന്നുള്ള ഒരാളുകൾക്ക് അവിടെ കയറി പോകാനൊന്നും സാധിക്കില്ലായിരുന്നു. പക്ഷേ FSCT അങ്ങനെ ആയിരുന്നില്ല. കാരണം അവിടെ നടക്കുന്ന എന്ത് പരിപാടികളാണെന്നുണ്ടെങ്കിൽ പോലും അത് ഇവിടുത്തെ നാട്ടുകാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരിലൊരു നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. കാരണം FSCT എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നുള്ളൊരു ചിന്ത ഈ നാട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം FSCT വന്നുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ നിലവാരം തന്നെ, ജീവിത നിലവാരം മറ്റൊരു തലത്തിലേക്ക് എത്തിയത്. കാരണം ഒരുപാട് ആളുകൾക്ക്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കറിയാം, നമ്മുടെ ഇപ്പോൾ രാത്രി 12 മണിയുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12:30 ആകുമ്പോഴത്തേക്കും എത്രയോ ആളുകൾ ഈ നമ്മുടെ കനാൽ റോഡിലൂടെയും നമ്മുടെ ക്ലീൻ റോഡിലൂടെയും കുഴിക്കാട്, ത്രിവേണി, ആശ്രമം റോഡിലൂടെയൊക്കെ എത്രയോ ആളുകൾ നടന്നു. അവരെല്ലാവരും ഈ നാട്ടുകാരും ഈ FSCT ജോലിക്കാരുമായിരുന്നു. ഇത്രയധികം ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ നാടുമായിട്ട് ഇഴകിച്ചേർന്ന ഒരു കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടോ എന്ന് ചിന്തിക്കുക. കാരണം അതിൻ്റെ അവസാന കാലഘട്ടം വരെയാണെന്നെങ്കിൽ പോലും ക്ലബ്ബിൽ സിനിമയാണെങ്കിൽ ഗസ്റ്റ് 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഒരുപാട് സിനിമ ഉണ്ടാക്കണം, 2 രൂപ കൊടുത്ത് അവിടെ പോയി സിനിമ കാണും. അതുപോലെ തന്നെ അവിടെ ഫൈൻ ആർട്സ് ഫോറം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റായിട്ട് പോവാം. അവിടെയുള്ള ആരെങ്കിലും ഒരു എംപ്ലോയിയുടെ മകൻ്റെയോ മകളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും നമ്മുടെ കൂടെ അവർക്ക് ഗസ്റ്റായിട്ട് പോകും. ആരും നമ്മുടെ അടുത്ത് ചോദിക്കില്ല, എൻ്റെ ഗസ്റ്റാണെന്ന് പറഞ്ഞാൽ മതി. അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനൊന്നും ആരും പറയില്ലായിരുന്നു. എൻ്റെ ഗസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്കും പോയി കാണാം. അതുപോലെ സ്പോർട്സ് ആയാലും അവിടെ ഇഷ്ടംപോലെ ടൂർണമെൻറ്റുകൾ FSCT ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ ഒരു 70 കാലം തൊട്ട് ഒരു 90 വരെ കാലഘട്ടങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്നും ലൈഫിൽ കിട്ടാത്ത ഒരുപാട് എന്താ പറയുക, ഒരുപാട് നമ്മളൊന്നും ശരിക്കും പുറത്തൊക്കെ പോയി പലപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ടാവും ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും കിട്ടണ്ടോ എന്ന് പറയുന്നത്. ഇത്ര വലിയൊരു കൂട്ടായ്മ, സൗഹൃദം. എൻ്റെ സൗഹൃദങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടായിരിക്കുന്നത് FSCT എന്നാണ്. എന്നേക്കാളും എൻ്റെ ഏകദേശം സ്കൂൾ ജീവിതത്തിൽ ഞാൻ FSCTയിൽ അല്ലെങ്കിൽ FSCTയുമായിട്ട് അധികം ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ഗ്രൗണ്ടിൽ കളിക്കാൻ പോവുക, പിന്നെ നമ്മുടെ റിക്രിയേഷൻ ക്ലബ്ബിൽ അന്ന് ഓണാഘോഷ പരിപാടികൾ, വാർഷികം, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളിലെല്ലാം പോയി പങ്കെടുത്ത്, അന്ന് പിന്നെ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേർ FSCTയിലുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ പോയി കളിക്കുക. അങ്ങനെ ആ കൂട്ടത്തിൽ എനിക്ക്
കുറേ ഫ്രണ്ട്സിലുണ്ടായി. പിന്നെ ഇവിടെ എൻ്റെ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പഴയ സ്വാമിക്കടയായിരുന്നു. അപ്പോൾ ഈ സ്വാമിക്കടയായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്നവർ പലരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ അവരെല്ലാവരുമായിട്ട് ബന്ധം അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഏകദേശം എൻ്റെ 10ാം ക്ലാസ് കഴിയുന്ന സമയത്തൊക്കെയാണ് ഞങ്ങൾ ക്രിക്കറ്റുമായിട്ട്, ആ കാലത്ത് വേൾഡ് കപ്പൊക്കെ കിട്ടി, ക്രിക്കറ്റൊക്കെ നമ്മുടെ ഇടയിൽ ഭയങ്കരമായിട്ട് പ്രചാരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ ഒരു കൂട്ടത്തിൽ ഞാനൊരു ക്രിക്കറ്റിൽ ഭ്രമം മൂത്ത് ക്രിക്കറ്റ് കളിക്കാരനായി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ FSCT തന്നെ 2-3 ടീമുകൾ അന്ന് FSCTക്ക് ഉണ്ടായിരുന്നു. FSCT അകത്ത് ക്വാർട്ടേഴ്സിനകത്ത് ഉണ്ടായിരുന്നു. ടൈപ്പ് 5 2 ടീം, ടൈപ്പ് 4 ഒരു ടീം, ഞങ്ങളിവിടെ പുറത്ത് മല എന്ന് പറഞ്ഞിട്ട് ഒരു ടീം, കുഴിക്കാട് ഒരു ടീം. അങ്ങനെ അപ്പോൾ ഞങ്ങളൊക്കെ ഒരു കൂടായിട്ട് എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത് FSCT സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരസ്പരം മാച്ച് കളിക്കുക, ഇതൊക്കെ നടത്തുക. ആ സമയത്താണ് ഇവിടെ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതും. ഈ ടൂർണമെൻറ്റുമൊക്കെ ആയിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരു മയൂരി ടൂർണമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കുഴിക്കാട് മയൂരി ക്ലബ്ബാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അതോടുകൂടി ഇവിടെയുള്ള കൂട്ടായ്മ ഒന്നുകൂടെ വളർന്നു. കാരണം ആദ്യമായിട്ട് ഇവിടെയുള്ള പലരും ഒരു ടൂർണമെൻറ്റ് കളിക്കുന്നത് മയൂരി ടൂർണമെൻ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് ഗ്രൗണ്ടൊക്കെ ആയിട്ട് ഞാൻ കൂടുതൽ അടുത്ത് ഇടപഴകാൻ തുടങ്ങി. അവിടെ വെച്ച് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. കാരണം എനിക്ക് സുഹൃത്തുക്കളെ കിട്ടിയത് ക്രിക്കറ്റ് എന്നുള്ളൊരു ബന്ധത്തിൽ തന്നെയായിരുന്നു. അന്ന് FSCTയിൽ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ മലയിലുള്ള മുതിർന്ന കളിക്കാരൊക്കെ അതൊക്കെ കളി നിർത്തി അവരൊക്കെ അവരുടെ കാര്യങ്ങളായിട്ട് പോയി തുടങ്ങിയ സമയത്ത് ഞാൻ FSCTയിലേക്ക് കൂടുതൽ അടുത്തു. അന്ന് ഗ്രൗണ്ടിൽ പോയിരിക്കുമ്പോൾ ഗ്രൗണ്ട് സ്കൂൾ ടീമൊക്കെ ആയിട്ട് കളിക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ ബാൻഡ് സാറായിരുന്ന മാർട്ടിൻ സാറൊക്കെ ആയിട്ട്, അപ്പോൾ എന്നോട് ക്രിക്കറ്റ് അവിടെ നിന്ന് ആരോ കുട്ടികൾ പറഞ്ഞു മനു ക്രിക്കറ്റ് കളിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ മാർട്ടിൻ സാറാണ് എന്നെ അന്ന് സ്കൂൾ ടീമിൻ്റെ ഒപ്പം വെറുതെ കളിക്കാൻ, ഞാൻ സ്കൂളിൽ നിന്നൊക്കെ പോയെങ്കിലും വൈകുന്നേരം അവരുടെ കൂടെ പ്രാക്ടീസിനൊക്കെ ആയി അങ്ങനെ നിന്ന് ഞങ്ങളവിടെ കളിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണ് ഞങ്ങളെയൊക്കെ ചേട്ടന്മാർ വളർത്തിക്കൊണ്ടുവന്ന ഒരു ക്ലബ്ബായിരുന്നു ബ്ലൂ സ്റ്റാർ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബ്ലൂ സ്റ്റാർ, രണ്ടാമതൊരു ബ്ലൂ സ്റ്റാറിലേക്ക് തുടങ്ങി. അങ്ങനെ വീണ്ടും കളി തുടങ്ങിയ സമയത്ത് അവിടെ FSCTയുടെ അകത്തുണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുക, ഒരുവിധം ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം പല നാടുകളിൽ നിന്ന് വന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളെ എനിക്ക് അവിടെ നിന്ന് സമ്പാദിക്കാൻ സാധിച്ചു. അതെല്ലാം നമ്മുടെ FSCT ഗ്രൗണ്ട് തന്നെയാണ്. അതുപോലെ റിക്രിയേഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അവിടെയാണെങ്കിലും എനിക്ക് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അവിടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. സുഹൃത്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് ആദ്യമായിട്ട് തന്നെ ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിലെ തൊട്ട് ഉള്ള ഒരു സുഹൃത്തായിരുന്നു നമ്മളെല്ലാം സുബ്രു എന്ന് വിളിക്കുന്ന, സൂപ്പർ എന്നൊക്കെ വിളിക്കുന്ന സുബ്രഹ്മണ്യൻ. കാരണം ചെറുപ്പത്തിലേ മുതൽ അവൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു. അവൻ്റെ അച്ഛൻ ഇവിടുത്തെ DGM ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്, കല്യാണറാമൻ അങ്കിളിൻ്റെ മോൻ. പിന്നീട് നിങ്ങളെല്ലാവരും അറിയും റെഡ് പട്ടർ എന്ന് വിളിക്കുന്ന ഒരു ആളെ അറിയുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ കണ്ണൻ. അവരൊക്കെ സ്ഥിരമായിട്ട് അന്ന് എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് മുൻപിലുള്ള ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ ചേട്ടന്മാരാണ്. കാരണം എനിക്ക് ചെറുപ്പത്തിൽ അവരായിട്ട് അത്ര വലിയ കമ്പനിയൊന്നുമില്ല. കാരണം ചേട്ടന്മാരായാലും നമ്മൾ അവരെ എപ്പോഴും ഒരു ബഹുമാനത്തോടെയും ഭയത്തോടെയൊക്കെയാണ് അവരെ കണ്ടിരുന്നത്. ജയറാം, അതുപോലെ രാംകുമാർ, സേതുരാമൻ എസ്റ്റേറ്റ് മാനേജറായിരുന്ന സേതുരാമൻ അങ്കിളിൻ്റെ മക്കൾ, പിന്നെ മുരളിച്ചേട്ടൻ, അതുപോലെ വേണു, ഒരു തങ്കപ്പൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മക്കൾ, പിന്നെ അവിടെ താമസിക്കുന്ന ഒരു രാജഗോപാൽ, പിന്നെ NSR തമ്പിയുടെ ഒരു സന്തോഷ്, പിന്നെ അപ്പുറത്ത് രഘുവർമ്മ, മറ്റേ തിരുമൽപ്പാട് അങ്കിളിൻ്റെ മക്കൾ. അങ്ങനെ അവരൊക്കെ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ കാലത്തോട്ടൊക്കെ എനിക്ക് അവരെ ഉണ്ട്. പിന്നീട് അവിടെ നിന്ന് വന്ന് നടന്നാണ് ദേവൻ. അങ്ങനെ പേര് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുകൾ പറയാനുണ്ടായിരുന്നു. അതുപോലെ ടൈഫോയിഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ടൈഫോയിൽ എൻ്റെ കൂടെ പഠിച്ച അതിൻ്റെ ക്ലാസ്മേറ്റായിരുന്നു ഉണ്ണി എന്ന് വിളിക്കുന്ന അളിയൻ രാമകൃഷ്ണൻ്റെ മകൻ രാജേഷ്. അവൻ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് 10 വരെ പഠിച്ചതാണ്. പിന്നീട് അവനുമായിട്ട് അവൻ്റെ കൂടെ പോയിട്ട് അവിടെ ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പിന്നീട് അവിടെ എനിക്കുണ്ടായി. അതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സുനിൽ ഞങ്ങളൊക്കെ നാട്ടുകാർ ഒരു വക്കീലായിട്ടുള്ള സുനിൽ 517 താമസിക്കുന്ന സുനിലൊക്കെ എൻ്റെ ഞങ്ങൾ ചെറുപ്പത്തിലെ ഞങ്ങൾ നാട്ടുകാരുമായിരുന്നു. പിന്നെ വിക്രമൻ എന്ന് പറഞ്ഞിട്ട് വിക്രമൻ മരിച്ചുപോയി. വിക്രമനൊക്കെ എൻ്റെ ജൂനിയറായിട്ട് 1 വർഷം ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ആളാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ രാജേഷ് കെ മേനോൻ മരിച്ചുപോയി, വിജയൻ മരിച്ചുപോയി. അവരൊക്കെ എൻ്റെ വീട്ടിൽ സ്ഥിരം, അതുപോലെ ഷിജു പഞ്ഞിക്കാരൻ, ഇതൊക്കെ സ്ഥിരം മെമ്പേഴ്സായിരുന്നു ഒരു കാലത്ത് എൻ്റെ വീട്ടിൽ. ഡെയിലി വീട്ടിൽ വന്നിട്ടേ അവർ പോവുള്ളൂ. എവിടെയും കോളേജിൽ പോകാനാണെന്നുണ്ടെങ്കിലും ജോലിയൊക്കെ കിട്ടിപ്പോയി ഒരേ സ്ഥലത്തേക്ക് പോയതിന് ശേഷം മാത്രമാണ്. മറ്റേത് എപ്പോഴാണെങ്കിലും രാവിലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ വരാതെ പോകില്ല. ഞാനുണ്ടോ അല്ലോ എന്ന് അവർക്ക് വിഷയമൊന്നുമല്ല, അവരെൻ്റെ വീട്ടിൽ വന്നിരിക്കും. കാരണം നേരം വെളുത്താൽ ആദ്യത്തെ വിളി ഒന്നെങ്കിൽ പഞ്ഞിക്കാരനാണോ മേനോനാണോ വിജയനാണോ എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം അവർ 3 പേരും മത്സരിച്ച് എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന വ്യക്തികളാണ്. പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് പേര്, പറഞ്ഞു വരാനാണെങ്കിൽ ഒരുപാട് പേരൊന്നും എല്ലാ പേരുകളും ഞാൻ എങ്ങനെയാണ് അതിൽ പറയുക.
ഒരുപാട് പേരുണ്ട്. എല്ലാവരായിട്ട് ഇപ്പോഴും ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു മഹത്വമായിട്ട് തോന്നുന്നത്. കാരണം FSCT എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് പോയവരൊക്കെ എല്ലാം ഒരു ദിവസമെങ്കിലും വർഷത്തിൽ അതിനുവേണ്ടി ഞങ്ങളൊരു വലിയ കൂട്ടായ്മ നടത്തുന്നുണ്ട്. ACL എന്ന് പറഞ്ഞിട്ട് അമ്പലമേട് ക്രിക്കറ്റ് ലീഗ്. ആ അമ്പലമേട് ക്രിക്കറ്റ് ലീഗ് വർഷത്തിലൊരിക്കൽ ഇപ്പോൾ ഈ വരുന്ന ഫെബ്രുവരിയിൽ അതുണ്ടാവും. അത് 21ാമത്തെ വർഷമാണ്. 21 വർഷം കഴിഞ്ഞ 20 വർഷമായിട്ട് കൊറോണ കാരണം ഒരു വർഷം ഞങ്ങളത് നടത്തിയില്ല എന്നതൊഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ 22ാമത്തെ വർഷത്തേക്കാണ് അത് കിടക്കുന്നത്. അപ്പോൾ അത് 21 വർഷമായി ഞങ്ങൾ ഈ കൂട്ടായ്മ നിലനിർത്തുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങളിവിടെ അടുത്തുള്ളവർ, എറണാകുളം ജില്ലയിലുള്ളവർ ഒരുമിച്ച് ഇടയ്ക്ക് ചെറിയ കളികളൊക്കെ ഞങ്ങൾ പല പുറത്തൊക്കെ പോയി കളിക്കാറുണ്ട്. എങ്കിൽ വർഷത്തിലൊരിക്കൽ ഞങ്ങൾ അമ്പലൂർ ഹൗസിൽ റൂമെടുത്ത് താമസിച്ച് ഞങ്ങൾ വീണ്ടും ആ പഴയ ഞങ്ങളുടെ ആ യൗവനവും ബാല്യവും എല്ലാം ഒരു 24 മണിക്കൂർ ഞങ്ങൾ ഒത്തുചേരാറുണ്ട്. ചിലവരൊക്കെ ഫാമിലിയായിട്ട് വരും. കഴിഞ്ഞ വർഷമൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വന്നിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയൊരു വിജയമായിട്ട് അത് നടത്താൻ പറ്റി. ഒരുപാട് ആളുകൾ, ഞങ്ങൾ 150 താഴെ ആളുകളുള്ള ഒരു വലിയൊരു കൂട്ടായ്മയാണ്. അതിൽ ഉള്ള സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ആ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ തമാശകളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് കളിയാക്കാറുണ്ട്. ഇവിടുത്തെ പല ഓർമ്മകൾ പങ്കുവയ്ക്കാറുണ്ട്. വീണ്ടും ഇനിയും കാണുമ്പോൾ അതിനേക്കാൾ ഗംഭീരമായിട്ട് നമുക്കത് നടത്തണം എന്നും പറഞ്ഞ് ഗ്രൂപ്പിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ തലേ ദിവസം ഏകദേശം കോഴിക്കോട്, തിരുവനന്തപുരം, ഹൈദരാബാദിൽ നിന്ന് ഒരു ആളുകൾ ഇവിടെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വരേണ്ടത് ഏതും 2 ദിവസത്തേക്ക് മാത്രം. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ 24 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ടേ വീട്ടിൽ പോകാറുള്ളൂ. ചിലർ ദൂരെ നിന്ന് വന്നവരൊക്കെ ശരിക്കും കുറച്ച് ദിവസം വരെ ഇവിടെ താമസിച്ച് അടിച്ച് പൊളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇന്നും ഞങ്ങളുടെ ജീവിതം അത്ര മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഈ കൂട്ടായ്മയുടെ ഫലമാണ്. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് FSCT എന്ന് പറഞ്ഞാൽ വെറും ഒരു കമ്പനി ആയിരുന്നില്ല FSCT. ഒരു കൾച്ചർ, ഒരു സമൂഹത്തെ എങ്ങനെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു സൗഹൃദത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നെല്ലാം നമ്മളെ പഠിപ്പിച്ചത് FSCTയാണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, ഇത്രയും ആസ്വദിച്ച് ജീവിക്കുക. കാരണം വീടിൻ്റെ മുന്നിൽ തന്നെ എല്ലാം ഉണ്ട്. ക്ലബ്ബുണ്ട്, സിനിമ കാണാനുള്ള സൗകര്യമുണ്ട്, ഗ്രൗണ്ടുണ്ട്, ഫുട്ബോളോ ക്രിക്കറ്റോ. ഇവിടെ എത്രയോ കളിക്കാർ വളർന്നു പോയി. അതിലാണ് നമുക്കറിയാം ഐസക്ക് ബാസ്ക്കറ്റ് ബോൾ ടീമിൽ കളിക്കാൻ പോയി. അതുപോലെ ജയരാജ്, രഞ്ജി, സിജു, സജിൽ, പിന്നെ ശ്രീകുമാർ PC, അങ്ങനെ പറഞ്ഞ്. അതുപോലെ അത്ലറ്റിക് ആണെങ്കിലും ഒരുപാട് പേരൊക്കെ ആ കാലത്ത് ഇതായിട്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ കലാപരമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമേഷ് സിനിമയിലെ പിന്നണി വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ FSCTയിൽ നിന്ന് തന്നെ ഉണ്ടായത്. കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് അന്ന് എന്ത് വേണമെന്നുണ്ട് അതെല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പുറത്തെവിടെ കിട്ടുന്നതിനേക്കാളും വളരെ ഭംഗിയായിട്ട് തന്നെ അതെല്ലാം ആ കാലത്ത് ഇവിടെ കിട്ടിയിരുന്നു. പുറത്തെ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FSCT അകത്തുള്ളൂ. ഞങ്ങൾ പുറത്തുള്ളവർക്ക് അത് അനുഭവിക്കാനുള്ള ഭാഗ്യവും, അവിടെ പോയി കഴിഞ്ഞാൽ ആരും നമ്മുടെ അടുത്തൊന്നും ചോദിക്കാറൊന്നുമില്ല. ഞാനൊക്കെ ഗ്രൗണ്ടിൽ പോയിട്ട് ആ ടീമിൻ്റെ കൂടെ എത്രയോ വർഷം കളിച്ചു. ഒരാളും നമ്മൾ പുറത്തുള്ള ഒരു ഔട്ട്സൈഡറാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി നിർത്തിയിട്ടില്ല. കാരണം അവിടെ കൂട്ടായ്മ ഉണ്ടാക്കി ആ ടീമിലൊക്കെ എല്ലാവരെയും കൂട്ടി നമ്മൾ ഒരുമിച്ച് കളിക്കാൻ സാധിക്കുക. വീണ്ടും ആ ബന്ധങ്ങൾ അവർ കാണുമ്പോൾ ഇനിയും നമുക്ക് ആ ഗ്രൗണ്ടിൽ കളിക്കണം എന്ന്. അതെൻ്റെ ഒരു സുഹൃത്ത് സജിത്താണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്. അല്ലാതെ എനിക്കിനി ആ ഗ്രൗണ്ടിൽ കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ തന്നൊരു ഐഡിയ ആയിരുന്നു ഈ വീണ്ടും അങ്ങനെ പഴയ ആളുകളെ, അന്നൊക്കെ ലാൻഡ് ഫോൺ നമ്പറൊക്കെ ഉള്ളൂ, അതൊക്കെ തപ്പിപ്പിടിച്ച് ഓരോരുത്തരെ വിളിച്ച് ഞങ്ങൾ 6-7 പേരായിട്ട് തുടങ്ങിയ ഒരു വർഷത്തിലൊരിക്കലും ഇങ്ങനെ കളിക്കുക എന്നുള്ളൊരു സംഭവമായിട്ട് തുടങ്ങിയതിലാണ് ഇന്ന് 150 പേരോളം. ആ 150 പേരിൽ ഈ 150 പേരും ക്രിക്കറ്റ് കളിക്കുക. ഈ കൂട്ടായ്മ കണ്ട് അതിലേക്ക് വന്നതാണ്. കാരണം അവർക്ക് അത്രത്തോളം വിലയേറിയതാണ് ഈ അമ്പലമേട്ടിലെ ഓരോ നിമിഷവും. അത് വീണ്ടും അത് ഒന്നുകൂടെ അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു വല്ലാത്തൊരു എനർജിയാണെന്നാണ് പറഞ്ഞത്. കാരണം ഒരു 10 വയസ്സ് പിന്നോട്ട് പോയതുപോലെയാണ് നമുക്ക്. ഇവിടെ വന്നിട്ട് പോയാൽ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിക്കും. അപ്പോൾ എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു 10 വയസ്സ് കുറഞ്ഞു. ഇത്രയും ദിവസം ഈ ഒരു വർഷത്തെ സകല ടെൻഷനും ഈ 2 ദിവസം കൊണ്ട് തീർന്നു കിട്ടി. കാരണം ഇനി പുതിയൊരാളാണ്. അത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. അതും ഈ അമ്പലൂർ ഹൗസിലൊക്കെ വന്നിട്ട് ആ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊന്നും ഉറങ്ങാറേ ഇല്ല. ഞങ്ങൾ ആ മാട്ടുപ്പാവിലിരിക്കും. ആ അമ്പലൂർ ഹൗസിൻ്റെ രാത്രി ആയിക്കോടെ എല്ലാം നടക്കുക. ആരും തന്നെ ഉറങ്ങാറില്ല. കാരണം എന്തെങ്കിലും അസുഖമുള്ളവരോ അല്ലെങ്കിൽ വയ്യാതെ ഉള്ളവരോ ഒക്കെയാണ് ഇപ്പോൾ ഒന്ന് പോയി കിടന്ന് ഉറങ്ങണത്. ബാക്കി എല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് രാത്രിയെല്ലാം ഇറങ്ങി തമാശയും കാര്യങ്ങളും ഇതെല്ലാം ആയിട്ട് പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ച് പൊളിച്ച് ഇത് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ വന്ന് ക്രിക്കറ്റും കളിച്ച് അന്ന് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു വിഷമം അതൊരിക്കലും താങ്ങാനും പറ്റില്ല. എങ്കിലും വീണ്ടും കാണാമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോകുന്നു.
അതിൽ വന്ന പലരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പലരും ഇവിടുത്തെ അവരുടെ റോളെല്ലാം ഭംഗിയായിട്ട് നടത്തി മറ്റൊരു ലോകത്തേക്ക് പോയി. എങ്കിലും അവരെ എല്ലാ വർഷവും സ്മരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വർഷമൊന്നുമല്ല, എപ്പോഴും നമ്മുടെ സ്മരണയിൽ അവരുണ്ട്. എന്നാലും ഞങ്ങളുടെ കൂട്ടായ്മയിലെല്ലാം ഞങ്ങൾ അവരെ സ്മരിക്കാറുണ്ട്. അവരെ സ്മരിച്ചുകൊണ്ട് അവരെല്ലാം ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മ എഫേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു മഹാസംഭവത്തെ ഇത്രയധികം, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതൊരു വ്യക്തിയോട് പറഞ്ഞാലും, ഇവിടെ വന്ന് താമസിച്ച് ഏതൊരു വ്യക്തിയോട് പറഞ്ഞാലും അത് ജീവിതത്തിൽ കിട്ടാത്തൊരു അനുഭവമാണ്. ഇപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഇടത്തിലുണ്ട്, പല സ്ഥലങ്ങളിലും വളരെ വലിയ പൊസിഷനിൽ ജോലി ചെയ്യുന്നവരും പറയുന്നതാണ്, ആ കിട്ടിയ ലൈഫൊന്നും ലോകത്തൊരിക്കലും കിട്ടില്ല, നമ്മുടെ കുട്ടികൾക്ക് പോലും നമുക്കത് കൊടുക്കാൻ സാധിക്കില്ല എന്നവർ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഇന്നൊക്കെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലായിട്ട് താമസിക്കുന്നവർ പറയുകയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് അത് കൊടുക്കാൻ പറ്റണതാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ആ കാലത്ത് ആ ലൈഫ് അനുഭവിച്ചു അല്ലെങ്കിൽ ആസ്വദിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? അത് തന്നെയാണ് എഫേഴ്സിറ്റിയുടെ മഹത്വം. അതുപോലെ ഒരു കമ്പനിയെ ഇത്രയും നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ, ഒരു കമ്പനിയല്ല, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ലോകമായിരുന്നു, ഒരു പ്രത്യേക ലോകം. ആ ലോകം അങ്ങനെ ആക്കിയെടുക്കാനും അതുപോലെ കൊണ്ടുവരാനും സാധിച്ച ആ ഒരു മഹാമനുഷ്യൻ MKK നായർ സാറിനെ ഞാൻ ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അത് സ്വാമിക്കട അവിടെ വരുന്നത് എഫേഴ്സിറ്റി ക്വാർട്ടേഴ്സുകളെല്ലാം ഇവിടെ വന്ന കാലഘട്ടത്തിൽ ആണ് സ്വാമി ഇവിടെ വരുന്നത്. സ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു, അവർ എറണാകുളത്തുകാരാണ്. ഇവിടെ വന്ന ഏതെങ്കിലും ആരെങ്കിലും കണക്ഷൻ വെച്ചിട്ടാണോ എന്നറിയില്ല. ആ കാലത്താണ് ഞങ്ങളുടെ വീട് അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പിൽ കട റൂമുകളുണ്ടായിരുന്നു. അങ്ങനെ സ്വാമി വന്ന് അച്ഛനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ കടയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ അന്ന് സ്വാമിക്കട ആദ്യമായിട്ട് സ്വാമിക്കടയാണ് തുടങ്ങിയത്. സ്വാമിക്കടയ്ക്ക് ശേഷമാണ് തൊട്ടപ്പുറത്ത് ബാബുക്കട, ബാബു അല്ല, അത് വേറൊരു ഭാനു എന്ന് പറഞ്ഞിട്ടൊരാളാണ് ആ കട തുടങ്ങിയത്. അദ്ദേഹം പിന്നെ ദുബായിലേക്ക് എവിടെയോ പോയപ്പോൾ ആ കട ഇന്നത്തെ ബാബുച്ചേട്ടൻ്റെ അച്ഛൻ പീറ്ററേട്ടനെ ഏൽപ്പിക്കുകയും പീറ്ററേട്ടനാണ് പിന്നീട് ആ കട തുടങ്ങിയത്. പിന്നെ അത് ബാബുക്കട എന്നുള്ള പേരിലാണ് കൂടുതൽ അറിയപ്പെട്ടത്. സ്വാമിക്കട, ബാബുക്കട, അതുപോലെ തന്നെ നടുക്ക് ഒരു സോമൻ്റെ പച്ചക്കറി സോമൻ, അതന്നെ. അങ്ങനെ 3-4 കടകൾ. തൊട്ടപ്പുറത്തൊരു പെട്ടിക്കട, അമ്മാവൻ്റെ രാവിലെ 6 മണി തൊട്ട് അവിടെ മുറുക്കാൻ വേണ്ടിയിട്ട് എഫേഴ്സിറ്റിയിലേക്ക് അന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാം രാവിലെ വന്ന് മുറുക്കാൻ വാങ്ങിക്കൊണ്ട് പോകുന്നു, മുറുക്കിയിട്ട് പോകുന്നു എല്ലാം ഉണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് കട തുറക്കും. ഇഷ്ടംപോലെ ആളുകൾ മുറുക്കാൻ വാങ്ങാനും മുറുക്കാൻ പാഴ്സൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അവിടെ വരും. അങ്ങനെ ഈ 3 കടകളാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്വാമിക്കടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ആ കാലത്തെ എഫേഴ്സിറ്റിയിൽ തമിഴ് ആളുകൾ കൂടുതലുണ്ടായിരുന്നു. അവരെല്ലാവരും സ്വാമിക്കടയിൽ നിന്നാണ് സാധനം മേടിക്കണത്. അങ്ങനെ നമ്മൾ കണ്ട തമിഴ് മാസിക പോലും അന്ന് സ്വാമിക്കടയിൽ കിട്ടുമായിരുന്നു. കുമുദം, ഇപ്പോഴൊക്കെ ഞാൻ ഓർക്കേണ്ട അതുപോലെ പേരിലുള്ള കുമുദമാണ് എനിക്ക് ഓർമ്മ കിട്ടുന്ന പേര്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏത് പുതിയ മിഠായികളും സ്വാമിയുടെ കടയിലുണ്ടാവും. അതുകൊണ്ട് കുട്ടികളെയൊക്കെ അവിടെ സ്ഥിരമായിട്ട് നമ്മുടെ ഫാക്ട് സ്കൂളിലെ കുട്ടികളെല്ലാവരും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്വാമിയുടെ കടയുടെ മുമ്പിലുണ്ടാവും. അതുപോലെ ഈ നമ്മുടെ സ്പോർട്സിന് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം സ്വാമി കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു. ചെറിയ ബാറ്റാണെങ്കിലും ബോളാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് അന്ന് സ്വാമിയുടെ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു ആ കാലഘട്ടത്തിൽ. അതേസമയം തന്നെയാണ് ഈ ഭാനുചേട്ടൻ കട തുടങ്ങിയത്. ഭാനുചേട്ടൻ ആ കട ഏൽപ്പിച്ചിട്ട്, ഭാനുചേട്ടൻ അധികം നിന്നില്ല. അതിന് പുള്ളിക്ക് ദുബായിൽ എവിടെയോ നല്ല ചാൻസ് വന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി കട ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പീറ്ററേട്ടൻ്റെ മകൻ ബാബുച്ചേട്ടനാണ് പിന്നെ കട നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ കടയിൽ സ്ഥിരമായിട്ടൊരു ഏകദേശം ഒരു 1.5 വർഷത്തോളം കാലത്ത് ഈ മോഹൻലാൽ, പിന്നെ അതുപോലെ ഒരു സ്വാമിനാഥൻ, പിന്നെ ഒരു ഗണേഷ്, പിന്നെ ഒരു ഗോപൻ, പിന്നെ നമ്മുടെ MNB ബാലൻ ചേട്ടൻ, അങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഒരു അടിപൊളി ഗ്യാങ് ഉണ്ടായിരുന്നു. അതായത് കാലത്ത് അവിടെ വരും, അവിടെ ഫ്രണ്ടിലൊരു ബെഞ്ചുണ്ടാവും, അവിടെ വന്നിരുന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. അന്ന് ഈ മോഹൻലാലിൻ്റെ ഒരു അമ്മാവൻ, അദ്ദേഹം നമ്മുടെ താഴത്തെ ക്ലബിൻ്റെ നേരെ മേളിൽ കണ്ട പഴയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എഴുത്തുകാരൻ ശ്രീ പത്മനാഭൻ ടി പത്മനാഭൻ, അദ്ദേഹം താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടപ്പുറത്തെ ക്വാർട്ടേഴ്സായിരുന്നു മോഹൻലാൽ താമസിച്ചിരുന്നത്. മോഹൻലാലിൻ്റെ അമ്മാവൻ താമസിച്ചിരുന്നത് അവിടെയായിരുന്നു അദ്ദേഹം കുറച്ച് കാലം ഉണ്ടായിരുന്നത്. ഇവിടുന്ന് പോയതിന് ശേഷമാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചത്. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ നമ്മൾ ഒരു പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മോഹൻലാൽ സിനിമയിൽ കയറുന്നതിന് മുമ്പ് ഒരുപാട് മോഹൻലാലിനെ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. സ്ഥിരമായിട്ട് എന്നും തന്നെ എന്ന് പറഞ്ഞ പോലെ വരുമായിരുന്നു. രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് വരും. ക്ലബ്ബിലൊക്കെ വന്നിട്ട് നമ്മുടെ ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടിലൊക്കെ വന്ന് ബാസ്ക്കറ്റ് ബോൾ കളിക്കുക, ഗ്രൗണ്ടിൽ വരിക, കളിക്കുക. അങ്ങനെ ആ കാലത്തെ ഒരു ചെറുപ്പക്കാരുടെ എല്ലാവിധ തമാശകളും തല്ലിപ്പൊളികളൊക്കെ കാണിച്ചു തരുന്ന ഒരു ഗ്യാങ്ങായിരുന്നു അവരുടേത്. പിന്നീട് അദ്ദേഹം ഇവിടുന്ന് പോയതിന് ശേഷമാണ് മഞ്ഞിലുരിഞ്ഞ പൂക്കൾ സിനിമയിൽ അഭിനയിച്ചതും
പിന്നീട് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറായി. അതേ അമ്പലമേട്ടിൽ തന്നെ അദ്ദേഹം സൂപ്പർ സ്റ്റാറായിക്കൊണ്ട് പല സിനിമകളുടെ ഷൂട്ടിങ്ങിനും വന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലുള്ള കൃഷ്ണകുമാർ, പണ്ട് വാർത്ത വായിച്ചിരുന്ന അദ്ദേഹം നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ തൊട്ടപ്പുറത്തെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഒരിക്കലും ഇവിടെ വന്നിരുന്നു എന്ന് സ്വാമി പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചതിന് ശേഷം ഒരിക്കലും ഇവിടെ അമ്പലവീട് വന്നിരുന്നു. FSCT ഒക്കെ പോയി കണ്ടതിന് ശേഷം അവർ സ്ഥിരമായിട്ട് സ്വാമിയുടെ കടയിൽ നിന്നായിരുന്നു സാധനം വാങ്ങിയിരുന്നത്. സ്വാമിയുടെ കടയിൽ അക്കൗണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വൈഫും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് അവിടെ വന്നിരുന്നു എന്ന് സ്വാമി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ എഴുത്തുകാരൻ T. പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ സ്ഥിരമായിട്ട് അവിടെ വന്നിരുന്ന ആളാണ്. പത്മനാഭൻ അദ്ദേഹത്തെയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടു വളർന്നേക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ അമ്മയുടെ അടുത്ത സുഹൃത്തുമായിരുന്നു. സ്ഥിരം വന്ന് അവിടെ നിന്ന് വർത്തമാനം പറയും. പിന്നെ അതുപോലെ തന്നെ വേറെ നിങ്ങളറിയാവുന്ന മറ്റൊരു മഹാനടൻ തിലകൻ നമ്മുടെ FSCTയുടെ അകത്ത് കുറേ കാലം താമസിച്ചിരുന്നതാണ്. തിലകനും ഭാര്യയൊക്കെ അന്ന് ആ കാലത്തൊക്കെ അവർ നാടകത്തിലാണ്, തിലകൻ സിനിമയിൽ കയറുന്നതിന് മുമ്പ് നാടകത്തിലാണ് അഭിനയിച്ചിരുന്നത്. ആ സമയത്ത് സ്ഥിരമായിട്ട് അവിടെ സ്വാമിക്കയുടെ മുമ്പിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. കാരണം FSCTയുടെ അകത്തു നിന്നുള്ളവരും നമ്മുടെ നാട്ടിൻ പ്രദേശത്തു നിന്നുള്ളവരെല്ലാവരും ബസ് കയറുന്നത് അവിടെ നിന്നായിരുന്നു. ആ കാലത്ത് ഇവർ സ്ഥിരമായിട്ട് തിലകൻ അവിടെ വന്ന് ബസ് കയറി പോകുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നാടക നടനാണെന്ന് മാത്രമേ അന്ന് അറിയാമുള്ളൂ, തിലകൻ എന്നാണെന്ന് പേരെന്ന് അറിയാം. കാരണം തിലകൻ്റെ മകൻ ഷിബു എൻ്റെ ഒരു വർഷം ജൂനിയറാണ്. അദ്ദേഹം പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ സ്ഥിരം വരുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവിടെ കളിക്കാൻ. അപ്പോൾ അവൻ്റെ അച്ഛൻ നാടക നടനാണ്, തിലകനാണ്. അപ്പോൾ അമ്മ പറയും പണ്ട് ഇവിടെ വന്നിട്ട് സ്ഥിരം ബസ് കയറി പോയിക്കൊണ്ട് തിലകൻ്റെ ഭാര്യയൊക്കെ ഇവിടെ വന്നിട്ട് ബസ് കയറി പോയിക്കൊണ്ട് അവർ FSCTയുടെ അകത്ത് എവിടെയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നീട് അത് സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലും അറിഞ്ഞത്. പക്ഷെ അന്ന് ഷിബു എൻ്റെ സുഹൃത്താണ്, ഇന്നുമൊക്കെ എൻ്റെ സുഹൃത്താണ് ഷിബു. പിന്നെ അവർ തിരുവാങ്കുളം താമസം തുടങ്ങി. തിരുവാങ്കുളത്ത് ഇപ്പോഴും ഷിബു ആ പഴയ തറവാട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. ഒരിക്കലും ഈ ഫൈസിൽ എന്നാൽ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ടൂറൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര സംഭവമാണല്ലോ. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സാണ്, അങ്ങനെ ഏതോ ഒരു ഫ്രണ്ട്സ്, ഞാൻ FSCT ആയിട്ട് ബന്ധപ്പെട്ട ഫ്രണ്ട്സ് അല്ല, അവൻ്റെ കോളേജിൽ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവർ ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെ എന്തോ ടൂർ പോകാനൊരു പ്ലാൻ ചെയ്തു. ആ സമയത്ത് ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഒരു ക്യാമറ അന്വേഷിച്ച് ഗ്രൗണ്ടിൽ വന്നപ്പോൾ നമ്മുടെ സുഹൃത്ത് ഒരാൾ പറഞ്ഞു എൻ്റെ കയ്യിലൊരു പുതിയ, അന്ന് കൊടൈക്കനാലത്ത് ഇറങ്ങുന്ന സമയമാണ്, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ആൾക്കാരുടെ കയ്യിൽ കൊടൈക്കൻ എന്ന് പറഞ്ഞ ഒരു ക്യാമറയൊക്കെ കാണുന്നത് വളരെ അപൂർവമായിട്ട് തന്നെയാണ്. ഞാൻ ക്യാമറ തരാം എന്ന് പറഞ്ഞു. അതുപോലെ ക്യാമറയൊക്കെ കൊടുത്തു. ഫൈസൽ എറണാകുളത്തോടെ പോയിട്ട് 2 റോൾ ഫിലിമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഫൈസൽ ഒരു യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടൂർ പോവാണ്, കൊടൈക്കനാൽ ഊട്ടിയൊക്കെ ടൂർ പോകാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാനൊക്കെ പറഞ്ഞ് അവനെ ആശംസകളൊക്കെ നേർന്നു വിടുമ്പോൾ നമ്മുടെ വീട്ടിൽ കുരുത്തം കേട്ട് ഇവിടെ അങ്ങനെ ഒരാളെ കുഴി ചാടിക്കുക എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അതിലടുത്ത് ചോദിച്ചു, ഫൈസലേ നീ എവിടെയാണ് ടൂർ പോകണേന്ന് ചോദിച്ചു. ഞാൻ കൊടൈക്കനാൽ ഊട്ടി. എടാ അവിടെ ഭയങ്കര തണുപ്പല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഭയങ്കര തണുപ്പാണ്, സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല നീ ഇവിടെ പോയിട്ട് ഫോട്ടോ എടുക്കണേ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഫൈസൽ പറഞ്ഞു അതിന് ഫോട്ടോ എടുക്കണേനെന്താ, എടാ ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കണം കേട്ടോ, റോൾ എടുത്തിട്ട് മൊത്തം എടുത്ത് കഴിയുമ്പോൾ എടുത്ത് നോക്കണം, ഇത് കിട്ടിയിട്ടുണ്ടോ, തണുപ്പായാലും ചിലപ്പോൾ കിട്ടില്ല അങ്ങനെയാണെന്ന് പറഞ്ഞു. ഫൈസലത് വിശ്വസിച്ച് ഇത് കഴിഞ്ഞ് അവൻ ടൂർ ഇവിടുന്ന് പോയി. വിശ്വസിച്ചൊന്നും നമ്മളല്ല, ഫൈസൽ കേട്ടിട്ട് പോവുകയും ചെയ്തു. പിന്നെ ടൂറെല്ലാം കഴിഞ്ഞ് ഫൈസലിവിടെ തിരിച്ചു വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എടാ പറഞ്ഞ അവനെന്ത് ചെയ്യുന്നു ചോദിച്ചു. അതിനിടയിൽ വേറൊരു വാക്കുകൂടി ഉപയോഗിച്ചു. അവനെന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ എന്തിയ സംഭവം എന്ന് ചോദിച്ചു. അവനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അവനവിടെ ഉണ്ട്, ചെന്ന് വഴി ഫൈസൽ അവൻ്റെ കൂട്ടുകാരെ പിടിച്ച് അവർ തമ്മിൽ ഭയങ്കര വിഷയം. എന്താണെന്ന് വെച്ചാൽ 2 റോൾ ഫിലിം കിട്ടിയോന്നറിയാൻ വേണ്ടിയിട്ട് ആ 35 ഫിലിം 36 ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ഫൈസൽ ഇതെടുത്ത് കഴിഞ്ഞിട്ട് മൊത്തം തുറന്നു നോക്കി, അവിടെ വെച്ച് തന്നെ ആദ്യത്തെ തുറന്നു നോക്കി കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ്. രണ്ടാമത്തത് അതുപോലെ തന്നെ ചെയ്തു. ഇവിടെ വന്ന് അവർ തമ്മിൽ പൊരിഞ്ഞിടി. ഫൈസലിൻ്റെ കാശ് കൂടെ പോയവരെല്ലാവരും ആ ഫിലിം മേടിച്ചതിൻ്റെ ഷെയർ ഇട്ട് മേടിച്ച പൈസ മൊത്തം ഫൈസൽ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു തമാശ ഞാൻ ഓർത്തെടുക്കുകയാണ്. കാരണം ആ കാലത്ത് അതിനെക്കുറിച്ച് അത്രയ്ക്ക് നമ്മുടെ കയ്യിൽ ഗ്രാഹ്യം ഉണ്ടായിരുന്നു. എങ്കിലും അതിനെ പറ്റിക്കാൻ പറ്റിയൊരു കുരുട്ട് ബുദ്ധിയുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് തമാശകൾ അമ്പലമേട്ടിലുണ്ട്. അതുപോലെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമകളിലൊക്കെ ഒരുപാട് കേൾക്കുന്ന ടച്ചിങ്സ് എന്നൊരു വേർഡ് എൻ്റെ ഓർമ്മയിൽ അമ്പലമേട്ടിൽ നിന്നുണ്ടായതാണെന്നാണ്. അത് നമ്മുടെ അണ്ണൻ സുനിൽകുമാർ ആയിരിക്കും അവൻ്റെ വായിൽ നിന്നാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്, ടച്ചിങ്സ്. അതുപോലെ കട്ട്സ് മുട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിപ്സൊക്കെ കൊടുക്കില്ലേ, എവിടെയും ചോദിച്ചിടത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണൻ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ചായ കൊടുത്തു കഴിഞ്ഞാൽ കട്ട്സ് മുട്ട്സ് ഒന്നുമില്ലായിരുന്നു. പിന്നീട് അതും ഒരു ഇതായ സിനിമയിൽ അത് കേട്ടിട്ടില്ല ഞാൻ, എങ്കിലും അത് കട്ട്സ് മുട്ട്സ് ഇപ്പോൾ എവിടെ കട്ട്സ് മുട്ട്സ് ഒന്നും ഇല്ലെന്ന് ചോദിക്കും. കട്ട്സ് മുട്ട്സ് എന്താണ് അങ്ങനെയൊക്കെ ഉള്ള അത് അങ്ങനെ കുറേ വാക്കുകൾ, കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ അമ്പലമേട് ഇതിൽ നിന്നൊക്കെ സിനിമകളിൽ പോലും ഞങ്ങൾ പിന്നീടാണ് അത് കേൾക്കണത്. കാരണം അതിലേറ്റവും നല്ലൊരു ഉദാഹരണം ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുകയാണ്.
ഈ നമ്മുടെ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഇതുപോലെ ഇവൻ്റെ കയ്യിൽ നിന്ന് കുപ്പി താഴെ വീണ് പൊട്ടുന്ന ഒരു സീനുണ്ടല്ലോ. തെണ്ടി കിട്ടിക്കൊണ്ട് വന്ന ഒരു കുപ്പി കിട്ടാത്ത ദിവസം അടിക്കാൻ വേണ്ടിയിട്ട് സെയിം സംഭവം ഞങ്ങളിവിടെ അന്ന് ഗ്രൗണ്ടിൽ ആ കാലത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇതൊക്കെ കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ആർക്കും സ്ഥിരമായിട്ട് ജോലിയൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞങ്ങളിവിടെ പിരിവൊക്കെ ഇട്ടിട്ട് അന്ന് സാധനം കിട്ടാത്ത ദിവസം എന്താണെന്ന് തോന്നുന്നു എവിടെയോ പോയിട്ട് ഈ അമ്പലമോൾ മറ്റേ റിഫൈനറിയിൽ തന്നെ അവിടുത്തെ ഈ എക്സ് മിലിറ്ററി ഉണ്ടല്ലോ അവരുടെ അടുത്ത് പോയിട്ട് സാധനം മേടിച്ച് ഇത് കൊണ്ടുവന്നു. നല്ല മഴയാണ്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഇത് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇതുണ്ട് നമ്മളൊരു സുഹൃത്ത്, ആളുടെ പേരൊന്നും ഞാൻ പറയണില്ല, ഇതെടുത്ത് എൻ്റെ തങ്കമയിലെ ഒന്ന് പൊലിപ്പിക്കണേന്ന് പറഞ്ഞാൽ കുപ്പി നേരെ താഴെ വീണ് പൊട്ടി. പിന്നൊരു സാധനം കിട്ടില്ല, കയ്യിൽ 5 പൈസ ഇല്ല. സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച ഈ സംഭവമാണ്. കാരണം നമ്മുടെ ഇവിടെ ഉണ്ടായൊരു സംഭവം തന്നെയാണ് ആ സിനിമയിൽ അത് വന്നേക്കുന്നത്. കൃത്യമായ കാര്യമാണ്. കാരണം കിട്ടാത്തൊരു സാധനം നിലത്ത് വീണ് പൊട്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ചു. അവനെ അടിയപ്പം തന്നെ അവന് കിട്ടി. പിന്നെ അവൻ എവിടെയോ പോയി ആരെയൊക്കെ കരഞ്ഞ് കാല് പിടിച്ച് കാശ് മേടിച്ച് സാധനം കൊണ്ട് തന്നു. അത് ഉണ്ടായ സംഭവം തന്നെയാണ്. ആളുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിൽ കാരണം ഞങ്ങൾക്ക് ഒരു 10, 23, 24 വയസ്സുള്ളപ്പോൾ സംഭവിച്ചേക്കുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് അച്ഛൻ്റെയൊക്കെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അല്ലാതെ സ്വന്തമായിട്ട് പണിയെടുത്ത് പൈസയൊന്നും കയ്യിലാവുന്ന സമയമല്ല. അവിടെ ഇവിടെയൊക്കെ തട്ടിപ്പും പറ്റിപ്പൊക്കെ ആയിട്ട് അച്ഛനെ പറ്റിച്ചും അവിടെ പറ്റിച്ചും ഇവിടെ പറ്റിച്ചൊക്കെയാണ് എല്ലാവരും പിരിവിടുന്നത്. ആ ഒരു കാലത്തൊരു കഥ കൂടി ഞാൻ ഈ സാഹചര്യത്തിൽ ഓർത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളാണ്, 2-3 ഒരു 4-5 വർഷങ്ങൾ കൂട്ടാം. 4-5 വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഫോയിഡ് പൂർണ്ണമായിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 4-5 വർഷം മുമ്പ് തൊട്ടേ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വാടകക്കാരൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എംപ്ലോയീസ് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറി നമ്മുടെ ടൈഫോർ ഭാഗത്തേക്ക് മാറിയിരുന്നു. എങ്കിൽ പോലും മറ്റുള്ള ഇതിൽ ജോലി ചെയ്യുന്ന വാടകയ്ക്ക് കൊടുക്കുക അങ്ങനെയുള്ള സമ്പ്രദായത്തിൽ കുറേ ആളുകളൊക്കെ താമസിച്ചിരുന്നു. എല്ലാവരും ഒഴിഞ്ഞ് ഇപ്പോൾ ഒരു ശ്മശാനമൂത തളം കെട്ടിയെടുക്കുക. കാരണം പഴയ ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് FSCT കാണാത്ത ഒരാൾക്ക് ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹൃദയം തകർന്നു പോകുന്ന ഒരു കാഴ്ചയായിരിക്കും അത്. അതുപോലത്തെയാണ്. ക്വാർട്ടേഴ്സുകൾ പലതും പൊളിഞ്ഞു. 501 മുതൽ 506 വരെയുള്ള ക്വാർട്ടേഴ്സുകൾ പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞു. ബാക്കിയുള്ള ക്വാർട്ടേഴ്സുകളുടെ അവസ്ഥയൊക്കെ കണ്ടാൽ വളരെ മോശമാണ്. കാരണം കാട് പിടിച്ച് ഒരു കാലത്ത് ഒരു വലിയൊരു സമൂഹം ഭയങ്കര സന്തോഷത്തോടെയും എല്ലാം ജീവിച്ചിരുന്നൊരു പ്രദേശം. കാരണം വെളിച്ചവും ഒരു ക്രിസ്മസൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർ തൂക്കാൻ മത്സരമായിരുന്നു. അതൊരു ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വീടുകളുടെ മുമ്പിലും അന്ന് ഈ പൂക്കള മത്സരമൊക്കെ വരുന്നതിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. ആ സമയത്തൊക്കെ മത്സരിച്ച് കുട്ടികൾ കൂടുന്ന ഒരു സമ്പ്രദായങ്ങളും അങ്ങനെ എല്ലാ ആഘോഷങ്ങളും ഒരു മറ്റേ റംസാനോ അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഒരു ദീപാവലി, വിഷു പോലെയുള്ള പടക്കം പൊട്ടിക്കുക അങ്ങനെയൊക്കെയുള്ള എല്ലാ പരസ്പരം സ്വീറ്റ്സ് കൈമാറുക, അതുപോലെ എല്ലാ ഒരു ആഘോഷങ്ങളും ഒരുമിച്ച് നടത്തുന്ന ഒരു ന്യൂ ഇയർ ആയാൽ അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ പോലും ന്യൂ ഇയറിന് ആഘോഷങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ക്വാർട്ടേഴ്സുകളൊന്നും തന്നെ എല്ലാം ഒരു വെട്ടവുമില്ല വെളിച്ചവുമില്ലാണ്ട് ഇരുണ്ട് അടഞ്ഞ് മൂകമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു കാലത്ത് അവിടെ ഒരു ദിവസമെങ്കിലും ജീവിച്ച ഒരാൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി തുടങ്ങി. കാരണം ഇനിയിപ്പോൾ കൂടി വന്ന ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ടൈഫോയിഡ് എന്നൊരു സംഭവം തന്നെ ഉണ്ടാവില്ല. കാരണം എല്ലാ ക്വാർട്ടേഴ്സും പൊളിച്ച് അവിടെയൊക്കെ പുതിയ ചെറിയ ഇൻഡസ്ട്രിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നതനുസരിച്ച് പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ചെറിയ ഇതൊക്കെ വരികയാണെന്നാണ് അറിഞ്ഞത്. ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസൊക്കെ വരികയാണ് കിൻഫ്രയുടെ കയ്യിൽ നിന്ന് ചെറിയ ഇതായിട്ടുള്ള കമ്പനികൾ. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പ്രദേശം തന്നെ മാറിപ്പോവും. പക്ഷേ എങ്കിലും അന്നും ഡാം ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആകെ ഡാം മാത്രം നമുക്ക് ഒരു പഴയ ഓർമ്മയായിട്ട് നിലനിർത്താൻ പറ്റും. കാരണം ടൈഫോയിഡിൻ്റെ ഇപ്പുറത്തേക്കുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ പാലം, ചെറിയ പാലം ഉണ്ടല്ലോ, ആ പാലത്തിന് ഇപ്പുറത്തേക്കുള്ള ഭാഗത്തിലെ ഡാം മാത്രം, ഇപ്പോൾ ടൈഫോയിഡിനകത്ത് വരുന്ന ഒരു ഡാമിൻ്റെ ഭാഗമുണ്ടല്ലോ, ഒരു ഡാം ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്രിക്കറ്റ് ടീം വരെ അവിടെ ഉണ്ടായിരുന്നതാണ്. ആ ഡാം മാത്രം FSCT കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രം നിലനിൽക്കുമായിരിക്കും അവിടെ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ പോകും. കാടുകളെല്ലാം പോയി. പണ്ട് നമ്മളൊക്കെ കാട് കയറി മാങ്ങയും മാങ്ങ അതുപോലെ തൊണ്ടിപ്പഴം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഞങ്ങളൊക്കെ കാടുകളിൽ ഒരുപാട് കയറി നടന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള പഴങ്ങളൊക്കെ പറിച്ച് കഴിച്ച് കാടിനകത്ത് താമസിച്ച് വൈകുന്നേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് വൈകുന്നേരം വരെ വീട്ടിലൊന്നും പോകണ്ട. അത് കഴിക്കാനുള്ള ഭക്ഷണം ചക്ക പഴുത്ത് കിടപ്പുണ്ടാവും, അത് പറിച്ച് തിന്നുക, മാമ്പഴം പറിച്ച് എടുക്കുക, അതുപോലെ കരിക്കിട്ട് കുടിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കായിരിക്കും തിരിച്ച് നമ്മളെ വീടിനകത്ത് കാടിനടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കറങ്ങി അടിച്ച്
അതെല്ലാം പോയി. കടക്ക് ഒരു വശം തന്നെ ഇങ്ങനെ എടുത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിസ്സാരമായിട്ടുള്ളതെന്ന് പറയാനായിട്ട് അമ്പലദോസിൻ്റെ ആ ഒരു വലിയ കാടും പിന്നെ അതിൻ്റെ ആ ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. പഴയ ആ ഒരു ഇതൊന്നും ഇല്ല. ക്വാർട്ടേഴ്സ് തന്നെ ഇതായിപ്പോയി. പിന്നെ നമ്മുടെ ടൈപ്പ് 4, ടൈപ്പ് 3, ടൈപ്പ് 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാര എണ്ണത്തിൽ മാത്രമേ ആളുകളുള്ളൂ. ഒരു ക്വാർട്ടേഴ്സിൽ 1-2 ഫാമിലിയൊക്കെയാണ് താമസിക്കുന്നുള്ളൂ. പഴയ ആ ഒരു തിരക്കും ബഹളവും ഒന്നും തന്നെ ഇല്ല. പണ്ടൊക്കെ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ 501 ക്വാർട്ടേഴ്സ് മുതൽ ക്ലബിൻ്റെ അവിടം വരെ അതിനപ്പുറത്തേക്ക് ഏത് ഭാഗത്തൂടെ നടന്നു പോയാലും റോഡിൽ കുട്ടികളായിട്ടും സ്ത്രീകളായിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു അവരുടെ കൂട്ടായ്മ. കൊച്ചു കുട്ടികളൊക്കെ റോഡിൽ കളിക്കുന്നുണ്ടാവും. മുതിർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ അപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സ്ഥലങ്ങളുള്ളിടത്തുണ്ടാവും. പെൺകുട്ടികളാണെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെറുതായി ഷട്ടിൽ കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ റോഡ് നിറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒന്നുമില്ല. അപ്പോൾ എല്ലാം പോയിട്ട് രാത്രിയാകുമ്പോൾ കുറേ പട്ടികളും അതുപോലെ കുറച്ച് പശുക്കളും അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്ക് അങ്ങ് മാറിപ്പോയി. കണ്ട ആർക്കും സഹിക്കില്ല. കാരണം നമ്മളൊരു കാലത്ത് എങ്ങനെ ജീവിച്ചിരുന്നു എന്നൊന്നും ശരിക്കും അതിൻ്റെ ആ ഒരു നഷ്ടം ഈ നാടിനും തന്നെ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ പോലും ഇപ്പോൾ നമുക്ക് നാട്ടിൽ കുറേ ആളുകൾ ജീവിക്കുന്നുണ്ടെന്നാണ് പണ്ട് FSCയിൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം FSC ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വേറെ തന്നെയായിരുന്നു. കാരണം നമുക്ക് എന്തെല്ലാം എൻജോയ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. ഒരു നിന്ന് പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പരിചയമുള്ള ഒരാളുകളെ കാണാനില്ല. കാരണം FSCയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരുവിധം നാട്ടിലുള്ള എല്ലാ ജനങ്ങളെ അറിയാമായിരുന്നു. നാട്ടിലുള്ള ജനങ്ങൾക്ക് FSCയുമായുള്ള ജനങ്ങളെ അറിയാമായിരുന്നു. അങ്ങനെ പരസ്പരം ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പുതിയ കുറേ ഈ ട്രെയിനീസൊന്നും അല്ലെങ്കിൽ കുറച്ച് പേരെയൊക്കെ എടുക്കേണ്ട അവരൊക്കെ വരുന്നു. ജനങ്ങളായിട്ട് യാതൊരു ബന്ധങ്ങളില്ലായിരുന്നു. അവരുടെ ഡ്യൂട്ടി ചെയ്യുക, അവർ പോവുക. അപ്പോൾ താഴത്തൊരു ക്ലബ്ബുണ്ട്, മാനേജ്മെൻറ്റ് ക്ലബ്ബും ഉണ്ട്, റിക്രിയേഷൻ ക്ലബ്ബും ഉണ്ട്. റിക്രിയേഷൻ ക്ലബ്ബിൽ ഒരുപാട് മെമ്പേഴ്സൊന്നുമില്ല. അതിപ്പോൾ നമ്മുടെ ഫിലിം ക്ലബ്ബ് അതായിട്ട് റിക്രിയേഷൻ ക്ലബ്ബ് സ്കൂളാക്കി, ഇപ്പോൾ അടുത്ത് സ്കൂളാക്കി അതിലേക്ക് പ്രവർത്തനം മാറ്റിയോന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്കൂളിപ്പോൾ റിക്രിയേഷൻ ക്ലബ്ബാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ താഴത്തെ മാനേജ്മെൻറ്റ് ക്ലബ്ബ് ഇപ്പോഴും ഉണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടി വന്ന 5-10 പേര്. കാരണം എംപ്ലോയീസ് എന്ന് പറയാനായിട്ട് പഴയ ഉണ്ടായിരുന്ന ആളുകളിൽ തന്നെ ഒരു നമ്മുടെ ക്വാർട്ടേഴ്സ് താമസിക്കുന്ന ഒരു 10-15 ഫാമിലി കൂടുതലില്ല. ബാക്കി എല്ലാവരും റിട്ടയർ ചെയ്ത് പോയി. പിന്നെ വരുന്ന പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ FSCയുടെ ഇങ്ങനത്തെ ഒരു ചരിത്രമൊന്നും അവരെ സംബന്ധിച്ചൊരു അവർക്കിതൊന്നും ഒരു ബാധകമല്ലാത്ത പോലെയാണ്. കാരണം അവർക്ക് ജോലി ചെയ്യുക, പോവുക. ഒന്ന് രാത്രി വന്ന് കിടക്കാനോ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സിൽ വന്ന് കിടക്കുക. പരസ്പരം പോലും ആരും തമ്മിലൊരു കണക്ഷനില്ല. പക്ഷേ നമ്മുടെയൊക്കെ ആ ഒരു ചെറുപ്രായത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമായിട്ട് എല്ലാവരും തമ്മിൽ ഭയങ്കര കൂട്ടായ്മ. അല്ല, ഇവിടുന്ന് പോയവർ തന്നെയാണെന്നുണ്ടെങ്കിലും പലരും തമ്മിൽ ഇപ്പോഴും ഭയങ്കര കൂട്ടായ്മയായിട്ട് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. പലരും അമ്പലദോസിലിടയ്ക്ക് വന്ന് അങ്ങനെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അതിൻ്റെ ഫോട്ടോസോ ഇതൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ട്. കാരണം അവർ പോലും ഇപ്പോഴും അതിനെ ഇങ്ങനെ സ്നേഹിക്കുന്നു. കാരണം പ്രായമായിട്ട് പോലും ഇപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളുടെ അമ്മമാരൊക്കെ ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്, വയ്യ എങ്കിൽ പോലും ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എത്ര വയ്യെങ്കിലും നമുക്കെന്തോ ഒരു പ്രത്യേക എനർജി തോന്നുന്നു. അതുകൊണ്ട് വന്നതാണ്. നടക്കാനൊന്നും വയ്യ. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം പറഞ്ഞു, അമ്മ പോയിക്കോ, വണ്ടി ഏർപ്പാടാക്കി തരാം, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം. അങ്ങനെ അതിൻ്റെ പേരിൽ വന്നെല്ലാവരെയും കണ്ടപ്പോൾ ഒരു സന്തോഷം. ആദ്യം വന്നതിൽ കൂടുതൽ സങ്കടം ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയെ കൂടി കണ്ടിട്ടാണെന്നും പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്രയും ഒരു പരിതാപകരമായ അവസ്ഥയിലേക്കായിപ്പോയി. കാരണം ഞങ്ങളുടെയൊക്കെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെയൊക്കെ നാട് മൊത്തം കമ്പനിക്ക് എടുത്ത് പോകുമ്പോൾ അന്നത്തെ ആൾക്കാർ പറഞ്ഞു നമ്മുടെ നാടാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ ആ നാടിനെയൊക്കെ മനോഹരമായൊരു ഇതിലേക്കാണ് അന്ന് അദ്ദേഹം. കാരണം ഈ നാട്ടിൽ നിന്ന് പോയ ആർക്കും വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുത്തിട്ട് പോയത് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട് ഞങ്ങൾ ഉപേക്ഷിച്ച് പോയത് ഇതുപോലെ നല്ലൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നല്ലോ എന്ന് ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ FSCയിൽ നിന്ന് പോയവരുടെ എല്ലാ മനസ്സിനെ വളരെയധികം ദുഃഖകരവും അതില്ലെങ്കിൽ എന്തെന്ന് പറയാം, നമുക്കങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ലെവലിലേക്കാണെന്ന് FSCയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അന്ന് ഇവിടുന്ന് പോയ സകല ജനങ്ങളും പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നോ, അല്ലെങ്കിൽ ഇത്ര മനോഹരമായിട്ട് ഈ ഡാം ഇതെല്ലാം കാണുമ്പോഴേ അന്നത്തെ കാലത്ത് വെറുതെ പാടമായിട്ടും കുറേ മലകളൊക്കെ ആയിട്ട് കിടന്ന ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം നിലനിർത്തി. അതിനിടയിൽ പുതിയ പുതിയ ക്വാർട്ടേഴ്സുകൾ വന്നു, അതിനകത്ത് ജനങ്ങൾ വന്നു. ഇതെല്ലാം വന്നപ്പോൾ അവിടെ എപ്പോഴും ഒരു നല്ലൊരു കൂട്ടായ്മ, അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ. ഇപ്പോൾ ഒരു ശ്മശാനമൂത പോലെയാണ് കിടക്കുന്നത്. കാരണം ജനങ്ങളില്ല, ക്വാർട്ടേഴ്സിനകത്ത് താമസക്കാരില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. പഴയ പാർക്കും എല്ലാം കാട് പിടിച്ച്. ഇപ്പോൾ ആകെ ഗ്രൗണ്ട് മാത്രം കുറച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പുറത്ത് വാടകയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലോക്കൽ ടൂർണമെൻറ്റുകളൊക്കെ നടക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗ്രൗണ്ട് മാത്രം കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളൊന്നും അത്യാവശ്യം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ആക്കിയിട്ടുണ്ടെന്നൊന്നും അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. അതിന് മുമ്പ് സ്കൂളിൻ്റെ അവസ്ഥയും വളരെ മോശമായിരുന്നു. എൻ്റെ തലമുറയിൽ അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽ ജീവിച്ചിരുന്ന കുറേ ആളുകൾക്ക്, കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ നാട്ടുകാരനായിരുന്നു,
ഇവിടെ വന്നതിൽ എൻ്റെ പലർക്കും പല സുഹൃത്തുക്കളും പിന്നെ ഇവിടെ താമസമാക്കിയവരുണ്ട്. അവരിൽ പലർക്കും, കാരണം ഈ നാട്ടിൽ തന്നെ മറ്റുള്ള നാടുകളിൽ നിന്ന് വന്നിട്ട് ഈ നാടിനെ സ്നേഹിച്ച് അല്ലെങ്കിൽ നാടിനെ ഇഷ്ടപ്പെട്ട് ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ച് ഇവിടെ വീടും സ്ഥലവും മേടിച്ച് ഇവിടെ തന്നെ താമസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് FSCTയുമായി ബന്ധപ്പെട്ടിട്ട്. കൂടാതെ എൻ്റെ ഒരു തലമുറ, പല തലമുറകളായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു തലമുറയിൽ ഇവിടെ FSCT എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഇവിടെ വരികയും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള വളർച്ച കാണുകയും പിന്നീട് അതിൻ്റെ തളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FSCT വീണ്ടും ഇങ്ങനെ വന്ന് അതിൻ്റെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലെത്തി. കമ്പനി നഷ്ടത്തിലോ ഇതിലൊന്നുമല്ല, പക്ഷേ കമ്പനിയുമായി ബാക്കിയുണ്ടായിരുന്നു നമ്മുടെ ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജീവിതം. അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഉദ്ദേശിച്ചത്. കാരണം കമ്പനി ഇപ്പോഴും നഷ്ടത്തിലൊന്നുമല്ല, ഒരുവിധം നല്ല ലാഭത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് വശങ്ങളെയും നേരിട്ട് കാണാൻ പറ്റാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭാഗ്യവും ഒരു നിർഭാഗ്യവും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ അവരോടൊപ്പം ജീവിക്കാൻ സാധിച്ചു. അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ശേഷം ഇപ്പോൾ FSCTയുടെ പിടികൂടിയിരിക്കുന്ന ഒരു നിർഭാഗ്യം, അതും നേരിട്ട് കാണാനും എനിക്ക് സാധിച്ചു. അത് നിർഭാഗ്യമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരിക്കലും ഇങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. ഇത് വളർന്ന് വലിയൊരു സംഭവമായിട്ട് നാടിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിന് മുന്നിൽ തന്നെ വലിയൊരു ഇതായിട്ട് നിലനിൽക്കും എന്നൊക്കെ ആയിരുന്നു ആ കാലത്തേക്കുള്ള ആഗ്രഹം. പഴയ സുഹൃത്തുക്കൾ പോയാലും പുതിയ സുഹൃത്തുക്കൾ പിന്നെയും വരും എന്നൊക്കെ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അതൊന്നും സാധിച്ചില്ല. അങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഒരുപാടുണ്ട്. എല്ലാമൊന്നും പെട്ടെന്ന് മനസ്സിലേക്ക് ഇതുപോലെ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് രഘുരാജ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കുറേ ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന FSCTയെ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല.